100 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ 85 പേര് പഠിക്കുന്നില്ല നല്ലോണം, 15 ആള് പഠിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഫാക്ടറിയിലേക്ക് 15 ആളെ അക്കൗണ്ടന്റും മാനേജറൊക്കെ ആക്കി, ബാക്കി 85 ആളെ തൊഴിലാളികളാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യും? രാവിലെ 9 മണിക്ക് സൈറൻ കേൾക്കുന്നു, നമ്മള് ഫാക്ടറിയിൽ പോകുന്നു, ശമ്പളം മേടിക്കുന്നു. അപ്പൊ സ്കൂളിൽ പോയപ്പോ എന്ത് പഠിപ്പിച്ചു? സ്കൂളിൽ പോയത് എന്തിനാ? പഠിച്ച് എന്ത് നേടാനാ? ജോലി നേടാൻ. ഈ ജോലി നേടിയിട്ട് എന്ത് നേടി? നമ്മൾ ശമ്പളം. ആ ശമ്പളം വീണ്ടും എന്തായി? ഇപ്പോഴും ബേസിക്കും സെക്യൂരിറ്റിയും അല്ലെ? പക്ഷേ ആ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചതൊന്നുണ്ടായിരുന്നു. എങ്ങനെ സമ്പന്നനാവും, കൂടുതൽ പൈസ എങ്ങനെ ഉണ്ടാക്കാം. സ്കൂളിൽ എന്ത് പഠിപ്പിച്ചു? നീ പഠിച്ച് അല്ലെ 50,000 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ഗവൺമെന്റ് സർവന്റ് ആയിട്ട് മറ്റോ മാറും അല്ലെ? ഇന്ന് ജില്ലാ കളക്ടർ എന്ന് പറയുമ്പോ ആരാ? ഗവൺമെന്റ് സർവന്റാ അല്ലെ? ഒരു എത്ര വന്നാലും ഗവൺമെന്റ് സർവന്റ് എന്ന പേര്. അവിടെ നിന്നുണ്ട് ശമ്പളം മേടിക്കാൻ, വീട്ടിൽ വരാം, ഇത് തന്നെയല്ലേ പണി. എന്നിട്ട് 56 വയസ്സാകുമ്പോഴോ റിട്ടയർമെന്റ്. ആ റിട്ടയർമെന്റ് ആകുമ്പോൾ നമ്മൾക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്നു അല്ലെ? കുറച്ച് സമ്പാദ്യം ഉണ്ടെങ്കിൽ ഉണ്ട്, പിന്നെ ചെറിയൊരു പെൻഷനും കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പറഞ്ഞ ബേസിക് നീഡ്സിലും സെക്യൂരിറ്റി നീഡ്സ് എത്താൻ കാരണം. എന്റെ ചോദ്യം, ഒരു എംപ്ലോയി ആരെങ്കിലും ST നീഡ്സിൽ എത്തിയവരുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരാൾ ശമ്പളം വാങ്ങിയിട്ട് ഈ പറഞ്ഞ നല്ല രീതിയിലുള്ള ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? എല്ലാവരും എന്താണ് അല്ലെ? മിന്നിച്ച് ജീവിച്ചു പോവാണ്. അല്ലെ? അപ്പോ അതുകൊണ്ട് നമുക്ക് നമ്മൾ ആരെ പറ്റിച്ചെന്ന് മനസ്സിലായി. ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാ? സ്കൂളിലെ ടീച്ചർമാർ. എന്താ കാരണം? ടീച്ചർമാരെന്ന് പഠിപ്പിച്ച പഠിച്ചൊരു ജോലിക്ക് പോന്നിട്ട് ജോലിക്ക് പോയിട്ട് എന്തായി? പക്ഷേ ഞങ്ങളും പറഞ്ഞു പഠിച്ച് ജോലിക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പഠിച്ചിട്ട് എല്ലാവരും ജോലിക്ക് പോയിട്ട് ഒന്നും ആവുന്നില്ല. അപ്പൊ എല്ലാവരും, നാട്ടുകാർ പറഞ്ഞു പഠിച്ച് ജോലിക്ക് പോകാൻ, വീട്ടുകാർ പറഞ്ഞു ജോലിക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ എല്ലാവരും അങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ എങ്ങനെ പോയി? ഞാനെല്ലാം അനിയനും പോയി. അതുകൊണ്ട് എന്തായി? ഇന്നേ വരെ ഒരു പണിയും ചെയ്തിട്ടില്ല. സീരിയസ്ലി ഇന്നേ വരെ വേർത്തിട്ടുള്ള ഒരു പണിയും ചെയ്തിട്ടില്ല. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണം ഉണ്ടാക്കേണ്ടത് കഷ്ടപ്പെട്ടല്ല. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. ശരിയാണോ? ഈസി ആയിട്ട് പൈസ ഉണ്ടായി, ഈസി ആയിട്ട്. എങ്ങനെ? നിങ്ങൾ ബിസിനസ്സുകാരെ കണ്ടിട്ടില്ലേ? ഇപ്പൊ മലബാർ ഗോൾഡിൽ പോവാം, അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ കാണാം. അവിടുത്തെ മുതലാളി 10-15 ബെൻസ് എങ്ങനെ കിട്ടും നോക്കുന്നു. ആളൊരു മണിക്ക് വരുമ്പോ വീട്ടിൽ പോകും, വൈകുന്നേരം ആകുമ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇതേപോലെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാകുന്ന ഒരു വിഭാഗം എന്നറിയാം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, തിരുവനന്തപുരം, ഉടുമ്പടി അടക്കുന്നുണ്ട്. ഈ റോഡ് പണിയുള്ളവർ എന്താ പണി? അവിടെ രാവിലെ മഴയായാലും വെയിലായാലും എന്ത് വേണം? അവരെന്തെങ്കിലും രക്ഷപ്പെടും? ഇല്ലേ? അപ്പൊ ഒരു കാര്യം മനസ്സിലായ, പണം ഉണ്ടാക്കേണ്ടത് കഷ്ടപ്പെട്ടല്ല. എന്റെ വാപ്പ പഠിപ്പിച്ചു പണം കഷ്ടപ്പെട്ടുണ്ടാക്കി, പക്ഷെ അത് കേട്ടില്ല. പണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒന്നുമില്ല. പണം എന്താണ്? ഈസി ആയിട്ട്. അപ്പൊ ഈസി ആയിട്ട് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം? ക്ലിയർ ആയോ? നമ്മൾ ഇത്ര കാലം എന്താ പഠിച്ചു വെച്ചേ? അധ്വാനിച്ചുണ്ടാക്കണം പൈസ. പിന്നെ അധ്വാനിച്ച് പൈസ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം, അവർക്കുള്ളതാണ് വിജയം, ജീവിത വിജയം. കഷ്ടപ്പെട്ട എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാനേ പറ്റും. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാനല്ലാണ്ട് ഒരു വഴിയില്ല കേട്ടോ, ഒരു വഴിയില്ല അല്ലെ? അപ്പൊ നമ്മൾ വേണം, അതൊക്കെ കുറെ ചിന്തകളുണ്ട്, അതൊക്കെ മാറ്റാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം, പല കാര്യങ്ങളും നിങ്ങൾക്കറിയില്ല എന്നുള്ള കാര്യം, നിങ്ങൾക്കറിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. എങ്ങനെ? പല കാര്യങ്ങളും നിങ്ങൾക്കറിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ശരിയാണോ? അല്ലെ? വലിയൊരു ചിന്തയല്ലേ? പണം കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നാണെന്ന് പറയുന്ന സാധനത്തെ കുറിച്ചു. എന്താണ്? പണം ഈസി ആയിട്ട് ഉണ്ടാക്കണം. ഈസി ആയിട്ട് അല്ലെ? എങ്ങനെ പഠിക്കണ്ടേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ 4 ഘട്ടങ്ങളുണ്ട്. ഓക്കെ? അപ്പൊ 4 ഘട്ടങ്ങൾ, 4 സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറയാം. 4 ഘട്ടങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് ഏറ്റവും താഴെ, ലൈഫ് ഹാപ്പൻസ് ടു മീ. ഇവിടെ പറയുന്നത് ബേസിക് നീഡ്സ് ഉള്ള കാര്യമാണ്. ലൈഫ് ഹാപ്പൻസ് ടു മീ, അതായത്
ജോലിക്ക് പോകുന്നു, കാശുണ്ടാക്കുന്നു, പിന്നെ കിടന്ന് ഉറങ്ങുന്നു. ഇത് തന്നെ പണി. ഓക്കെ. പ്രത്യേകിച്ച് ജീവിതം നമ്മളെ നിയന്ത്രണത്തിലില്ല. എവിടേക്കാ പോണേ അറിയില്ല, എന്തിനാ ജോലിക്ക് പോണേ അറിയില്ല, എന്തിനാ പൈസ അറിയില്ല, ഒന്നും അറിയാതെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്തൊരു സമയത്ത് വിളിക്കുന്ന പേരാണ് ലൈഫ് ഹാപ്പൻസ് ടു മീ. എന്താണ് നമുക്ക് ജീവിതം വേണ്ടത് നമുക്കറിയില്ല. അല്ലേ? ആണോ? അല്ലേ? ജീവിതത്തിൽ എന്താ വേണ്ടത് നമുക്കറിയില്ല. അപ്പൊ അതില് രണ്ടാമത്തെ സ്റ്റേജാണ് ലൈഫ് ഹാപ്പൻസ് ബൈ മീ. ഇവിടെ കുറെ കഷ്ടപ്പെട്ടാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ എന്നറിയോ, ജീവിതത്തിൽ എന്ത് ആഗ്രഹിച്ചാലും നേടാൻ പറ്റിയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ. എന്റെ ചോദ്യം, ഈ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തണമെങ്കിൽ 8ന്റെ പണിയുണ്ട്. 8ന്റെ പണി. ലൈഫ് ഹാപ്പൻസ് ബൈ മീ. എന്ത് ചിന്തിച്ചാലും എനിക്ക് എന്തെന്ന് വിചാരിക്കണം, എന്ത് സാധനം മേടിക്കാം. ഓക്കെ, നമ്മുടെ കൺട്രോൾ നമ്മുടെ ജീവിതം. മൂന്നാമത്തെ ലൈഫ് ഹാപ്പൻസ് ത്രൂ മീ. എന്നിലൂടെ ഞാൻ രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം? ഒരുപാട് പേർക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കണം. ലൈഫ് ഹാപ്പൻസ് ത്രൂ മീ. നാലാമത്തേതാണ് ലൈഫ് ആസ് മീ. ജീവിതം ദൈവത്തെ പോലെ ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാം. അല്ലെ? ലൈഫ് ആസ് മീ. ഇപ്പൊ യൂസഫ് അലിക്ക്, കൊച്ചൗസഫ് ചിറ്റിലപ്പെട്ട്, രവി പിള്ള, നിങ്ങൾക്ക് അറിയുന്ന രവി പിള്ള സാർ 40 കോടി രൂപയാണ് റോഡ് പണിക്ക് വേണ്ടി ഡൊണേഷൻ കൊടുത്തത്. ആലോചിച്ചതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ലൈഫ് ആസ് മീ. ആളെന്താ ബിസിനസ് പൈസ ഉണ്ടാക്കി. യൂസഫ് അലിക്ക ബിസിനസ് പൈസ ഉണ്ടാക്കി. കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി പൈസ ഉണ്ടാക്കി. വയനാട് ദുരന്തം എന്തോ 50 കോടി രൂപയുടെ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി കൊടുത്തു. നമ്മൾ എത്ര കൊടുത്തു? അല്ലെ? നമ്മൾ എവിടെയാണ്? ലൈഫ് ഹാപ്പൻസ് ടു മീ. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് വേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. ശരിയല്ലേ? എത്ര നാളെ ഞങ്ങൾ മുന്നോട്ട് പോകും? അല്ലെ? എത്ര നാൾ ഈ ലൈഫ് ഹാപ്പൻസ് ടു മീയിൽ നിൽക്കുമ്പോൾ ഇനി എന്താണോ എങ്ങനെയാണെന്നും നമുക്കറിയില്ല. ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും നേരം എടുക്കുന്നു, വൈകുന്നേരമാകുന്നു എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അല്ലെ? അപ്പൊ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മറ്റൊരു ലൈഫിലേക്ക് നമുക്ക് പോകാം. റെഡി? യെസ്. പറഞ്ഞു വന്നത്, ഇങ്ങനെ മറ്റൊരു ചിന്തയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ട സാധനമാണ് പണം. നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതും പണം. അല്ലെ? അപ്പൊ ഈ പണം കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പഠിക്കാം ഹൗ ടു ബിക്കം വെൽത്തി. എങ്ങനെ ഒരു സമ്പന്നനാകാം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്തായിരുന്നു? എങ്ങനെ നമുക്കൊരു സമ്പന്നനാകാം. സമ്പന്നൻ. സമ്പന്നൻ എന്താ? സമ്പന്നൻ പണക്കാരൻ പണമുള്ളവൻ സമ്പന്നനാവും. സമ്പത്തുള്ളവൻ. അല്ലെ? പണക്കാരൻ പണമുള്ളവൻ. പണം കൂടിക്കഴിഞ്ഞാൽ സമ്പന്നനായി മാറി. അപ്പൊ നമുക്ക് പഠിക്കേണ്ട കാര്യം ആരാണ് സമ്പന്നൻ, ആരാണ് പണക്കാരൻ. ഓക്കെ. അപ്പൊ അത് ഹൗ ടു ബിക്കം വെൽത്തി, എങ്ങനെ സമ്പന്നനാവാന്നാണ് നമുക്ക് നോക്കേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഇസ് മണി? അപ്പൊ ആദ്യം നമുക്ക് നോക്കാം പണം എന്താണ്. നമ്മൾ ആദ്യം എന്താണ് നമുക്ക് വേണ്ടത്? പൈസ. അപ്പൊ എന്ത് വേണം? പൈസയെ കുറിച്ച് അറിയാം. ആരാണ് പണം? അല്ലെ? പണം ആരാ? മണി ഈസ് എൻ ഐഡിയ. ശരിയാണ് തെറ്റാണ്? ഐഡിയ. കാരണം എന്താ? പണ്ട് ഇവിടെ ബാർട്ടർ സമ്പ്രദായം ഉള്ളപ്പോ ആളുകൾക്ക് കൊടുക്കൽ വാങ്ങൽ ബുദ്ധിമുട്ട് വന്നപ്പോ മനുഷ്യൻ അവന്റെ ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് പണം. യെസ് ഓർ നോ? ഓക്കെ. അപ്പൊ പണം ആരാ കണ്ടുപിടിച്ചേ? ആരാ പണം കണ്ടുപിടിച്ചേ? മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ പണം കണ്ടുപിടിക്കുന്നു. അപ്പൊ പണം എന്തായിരുന്നു? ഐഡിയ. ക്ലിയർ ആയോ? ഇനി മണി ഈസ് എൻ എനർജി. പണത്തെ കാണാൻ പറ്റില്ല. ശരിയാണ്? പണം ഒരു കടലാസാണ്, പക്ഷെ അക്കൗണ്ടിൽ വരുമ്പോഴോ നമ്പറുകളാണ്. അല്ലെ? ഇതിനെ പറയുന്നത് മണി ഈസ് എൻ എനർജി. ഇൻവിസിബിൾ, കാണാൻ പറ്റുന്ന ഒന്നാണ് എനർജി. കറണ്ട് കാണാൻ പറ്റില്ല. കറണ്ട് നോ. അല്ലെ? ഇലക്ട്രിസിറ്റി ഈസ് എൻ എനർജി ബട്ട് മോർ പവർഫുൾ. ശരിയല്ലേ? തൊട്ടാൽ അപ്പട്ടിക്ക് ഷോക്ക്. അല്ലെ? കാണാൻ പറ്റില്ല. ഷോക്കിനെ കണ്ടിട്ടുണ്ട് ഇതുവരെ? പ്ലഗിന്റെ ഉള്ളിൽ തൊട്ട് അടിക്കാൻ അവരെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്ന കൊടുത്തൂടെ? ഷോക്ക് അടിച്ചാൽ പറ്റുന്നുണ്ടാ? ഇല്ല. അപ്പൊ എന്താണ്? മണി ഈസ് എൻ എനർജി. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. മണി ഈസ് എൻ ഐഡിയ, മണി ഈസ് എൻ എനർജി. ഇത് രണ്ടും നമ്മൾ ആദ്യം പഠിക്കണം.
നമ്മളിപ്പോ എന്തെങ്കിലും വന്നത് കാശുണ്ടാക്കാറില്ല. പൈസ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം? അപ്പൊ എന്ത് വേണം? പൈസയെ കുറിച്ച് പഠിക്കണം. ഇവിടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നത് പണം നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ വരണമെങ്കിൽ നമ്മൾ പണത്തെ കുറിച്ച് പഠിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തറിയില്ല? നമ്മൾക്ക് ഉണ്ടാക്കേണ്ട പണത്തെ കുറിച്ച് നമുക്കറിയില്ല. നമുക്ക് വേണ്ടതല്ല. അപ്പൊ എന്ത് സാധനം നമ്മുടെ കയ്യിൽ എന്ത് വേണം? അതിനെ കുറിച്ച് പഠിക്കണം. നമ്മുടെ കയ്യിൽ എന്താണ് കൂടുതലില്ലാത്തതിനെ കുറിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. ഡ്രൈവിംഗ് അറിയില്ല, എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ എന്ത് വേണം? ഡ്രൈവിംഗ് പഠിക്കണം. ക്രിക്കറ്റ് കളി അറിയില്ല, എന്ത് ചെയ്യണം? ക്രിക്കറ്റിൽ പഠിക്കണം. പൈസ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ എന്ത് വേണം? പൈസയെ കുറിച്ച് പഠിക്കണം. അപ്പൊ പറയണത് പണം നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ വരണമെങ്കിൽ പണത്തിന് 13 നിബന്ധനകളുണ്ട്. പണത്തിന് 13 നിബന്ധനകൾ. അറിയോ നിങ്ങൾക്ക്? അറിയോ? പണത്തിന് 13 നിബന്ധനയുണ്ട്, എങ്കിലേ പണം വരും. അപ്പൊ എന്തുകൊണ്ടാ പണം കയ്യിലില്ലാത്ത? എന്തുകൊണ്ടാ? പേര് റോഫേ, പണത്തിന് 13 കണ്ടീഷൻസ് ഉണ്ട്. അറിയോ? അറിയോ? അറിയില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? പണത്തിന് 13 നിബന്ധനകൾ നമുക്കറിയില്ല. മാത്രമല്ല, വന്ന പണം നമ്മുടെ കൂടെ നിൽക്കണം. ഇപ്പൊ 2 പ്രശ്നം നമുക്കുള്ളത്. നിങ്ങൾക്കുള്ള പ്രശ്നം പറയട്ടെ. ഒന്ന്, നിങ്ങളുടെ കയ്യിലേക്ക് പണം കൂടുതൽ തരുന്നില്ല. യെസോട്ടോ? 2, വന്ന പണം നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അല്ലേ? ഓട്ടക്കൈയാണോ? ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ? അല്ലേ? പല ആളുകളും ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഒന്ന്, എന്താണെന്നറിയില്ല, പൈസ കുറവുണ്ടാക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, വന്ന പോലെ പൈസ തിരിച്ചു പോകുന്നുണ്ട്. അല്ലേ? സാറിന്റെ പേരെന്താ? രവീന്ദ്ര സാറേ, എത്ര കോടി രൂപ ഈ ഇത്ര നാളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്? എത്ര ഉണ്ടാക്കിയില്ലേ? ലക്ഷങ്ങൾ. അതാ ചോദിച്ചത്, എവിടെ പോയി? പല വഴിക്ക് പോയി അല്ലേ? നമ്മൾ ഉണ്ടാക്കിയ പൈസ വല്ലതും കൊടുക്കാനാണോ? അല്ലെ, പോയി. അറിയില്ല. പണത്തിന് നമ്മുടെ ഇഷ്ടമില്ലാണ്ടാണോ? വൈഫ് ഉണ്ടോ കൂടെ? വന്നിട്ടില്ല. വൈഫ് കൂടെ ഉണ്ടല്ലോ. അല്ല, വൈഫ് കൂടെ വീട്ടിലില്ലേ? വൈഫ് കൂടെ ഉണ്ടാവാൻ കാരണം എന്താ മനസ്സിലായി? നിങ്ങൾ വൈഫിനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. വൈഫിന്റെ കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാം. വൈഫിന് എന്താണ് ഇഷ്ടം, എന്താണ് അഭിരുചികൾ, എല്ലാം അറിയാം. എല്ലാ ദിവസവും വൈഫിനെ തെരുവിളിച്ചാലോ? അല്ലെ, അവർ പഠനേശു. അപ്പൊ ഇവിടെ പറയണത് പണത്തിനും ഇതേപോലെ തന്നെ 13 നിബന്ധനകളുണ്ട്, 9 നിയമങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞുള്ള സമയം ഇവിടെ ഇല്ല. ഞങ്ങള് അടുത്ത ദിവസം 17-ാം തീയതി ഊട്ടിയിലേക്ക് പോകണം. 17-ാം തീയതി ഞങ്ങൾ റിസോർട്ടിന്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ്. 18-ഉം 19-ഉം തീയതി ഊട്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ സെഷൻ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ വിളിച്ചൊരു പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഒരെണ്ണം ഞാൻ പറയാം. ഒരെണ്ണം ഇപ്പൊ പറയാം. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല എന്നാ പറയുന്നത്. ഓക്കെ, മോളുടെ പേരെന്താ? അനുപമ. അനുപമ എന്ത് ചെയ്യും? IT ആണല്ലേ? ദൈവവിശ്വാസിയാണല്ലോ. അതെ. നാളെ രാവിലെ 5 മണിക്ക് അനുപമ എന്നും പ്രാർത്ഥിക്കുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ടു. മോളെ അനുപമ, നീ എന്നെ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ശരി, ഞാൻ നിന്നിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് അധികം സമയമില്ല, 5 സെക്കൻഡ് സമയമുള്ളൂ. മോൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞു മോളെ, എന്താ വേണ്ടത്? അനുഭവം പറഞ്ഞു, ഐ വാണ്ട് ടു ബി ഹാപ്പി. എനിക്ക് സന്തോഷം വേണം. എത്ര കിലോ? അത് വേണമല്ലോ. സന്തോഷത്തിന് അല്ല, സന്തോഷത്തിന് എന്തില്ല? കിലോ അല്ലല്ലോ. പിന്നെ ദൈവം എങ്ങനെ തരൂത്? അനുഭവം പറ. എങ്ങനെ? ദൈവത്തിന് ഇത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. ഒരു അനുഭവം നോക്കിയാൽ മതി. അനുഭവയുടെ പ്രശ്നത്തിൽ ദൈവത്തിന് വേണം, അടുത്ത സ്ഥലത്തേക്ക് വേണം. അനുഭവയുടെ കാര്യത്തിൽ നടക്കണം ദൈവത്തിന് പണി ആണോ? ഇത്രയേ ഉള്ളൂ. അതേസമയം അനുഭവം പറയാണ്, ദൈവമേ എനിക്കിപ്പോ വയസ്സ് 18 അല്ലെ, 36 വയസ്സാണ്. ആണോ? നേരിട്ട് കല്യാണം കഴിച്ചതാണ്. 2 മക്കളുണ്ട് അല്ലെ? കല്യാണം കഴിച്ചിട്ട് 2 മക്കളുണ്ട്. നേരോ കല്യാണം കഴിച്ചിട്ട് 2 മക്കളുണ്ട്. ഓക്കെ, അപ്പോ അനുപമയ്ക്ക് 2 മക്കളുണ്ട്, ഒരു ഭർത്താവ്. യെസ്, ഒരു ഭർത്താവുണ്ട്. അപ്പൊ അനുഭവം പറയാണ്, ഇപ്പൊ എന്താണ് പ്രത്യേകിച്ച് സന്തോഷം മതി എന്നാ പറയുന്നത്. ഈ സന്തോഷം കിട്ടുന്നത് എന്താ വേണ്ടതെന്ന് നമുക്കറിയില്ല. അനുഭവം ഇന്ന് വീട്ടിൽ ചെല്ലാം,
ഓക്കെ, അച്ഛനും അമ്മയും ഭർത്താവിനും മക്കളൊക്കെ വിളിക്കാം. കുട്ടികളെ പറയാണ്, നമുക്ക് പെട്ടെന്ന് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കും 10 കോടി രൂപ എങ്കിൽ നമ്മൾ എന്തൊക്കെ മേടിക്കും? അപ്പോ മൂത്ത മോൻ പറയാണ്, നമുക്ക് നല്ലൊരു കാറ് മേടിക്കണം. ഓക്കെ, അപ്പൊ മോൻ പറയണ, അമ്മ നമുക്ക് ബെൻസ് കാർ മേടിക്കാം. അപ്പോ ഓക്കെ, അമ്മ മൂത്ത മോന് ബെൻസ് കാർ. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, എനിക്ക് MBBS പഠിച്ച ഡോക്ടറാണ്, 1 കോടി രൂപ. ഓക്കെ, അപ്പൊ ബെൻസ് കാർ പഠിക്കാൻ 1 കോടി, മറ്റേ മോൾക്ക് മറ്റേ MBBS പഠിക്കാൻ 1 കോടി രൂപ. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോളെ എനിക്ക് മറ്റേ വേറൊരു BMW കാർ, അച്ഛനക്ക് BMW 1 കോടി. ഓക്കെ, അങ്ങനെ എല്ലാം കൂടെ കണക്കൂട്ടി നോക്കിയപ്പോ 10 കോടി മാത്രമേ ആണ്. ഇപ്പൊ അനുപമയുടെ മനസ്സിൽ എന്തുണ്ട്? എഴുതി, മൂത്ത മകൻ ഇന്ന സാധനം, രണ്ടാമത്തെ മകൻ ഇന്ന സാധനം, അച്ഛനിത്, ഭർത്താവിനിത്, അല്ലെ, ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട്, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി 10 കോടി ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ദൈവം വന്ന് വിളിച്ചു ചോദിച്ചു എന്ത് പറയാം? അനുപമ എന്താ വേണ്ടത്? 10 കോടി രൂപ. എന്തിനാ മോളെ? ലിസ്റ്റ് എനിക്ക് ഇതൊക്കെ വായിക്കാനുണ്ട്, കൊടുക്കൂലേ? അതേസമയം ഡാൻസിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ട? എനിക്ക് 10 കോടി വേണം. എന്തിനാ? പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ആർക്കാ കൊടുക്കുക? രണ്ടുപേരും ദൈവം വന്നു, മോനെടുത്തും വന്നു, ഇങ്ങനെ അടുത്തും വന്നു. അവിടെ ലിസ്റ്റ് ചെയ്യരുത്. ഇവിടെ ഒന്നുമില്ല, ലിസ്റ്റ് ഇല്ല. ലിസ്റ്റിനകത്തോട്ട് കൊടുക്കുമോ? ഇല്ല. വൈഫ് വിളിച്ച് പറഞ്ഞു, ചേട്ടാ എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറെ സാധനങ്ങൾ മേടിക്കണം. കടയിൽ ചെന്നു, ലുലു മാളിൽ കുറച്ച് സാധനങ്ങൾ തന്നെ പറഞ്ഞാൽ തരും. അവിടെ എന്ത് വേണം? ലിസ്റ്റ് വേണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തില്ലാത്ത ലിസ്റ്റ് ഇല്ല. നമ്മൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത് നമുക്കറിയില്ല. യെസ് ഓർ നോ? ഇതില്ലാത്ത കാരണമാണ് നമ്മുടെ കയ്യിൽ പണമില്ലാത്തത്. കണ്ടീഷൻ നമ്പർ 1 ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇല്ലാത്ത പ്രശ്നം എന്താ? ക്ലാരിറ്റി. അപ്പൊ ഇത് പറയുന്നത് മണി കണ്ടീഷൻ നമ്പർ 1 പറയുന്നത് ക്ലാരിറ്റി അട്രാക്ട് വെൽത്ത്. എന്ത് വേണം? നമ്മൾക്ക് ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഉണ്ടോ? ഇന്ന് ക്ലാരിറ്റി ഉണ്ടാക്കും വീട്ടിൽ പോയിട്ട്? ഉണ്ടാക്കുന്നേ. എങ്ങാനും ബിരിയാണി കൊടുത്താലോ, എങ്ങാനും ദൈവം വന്നാലും ചോദിച്ചാൽ എന്ത് ചെയ്യും? പറ, ശരിയാണോ ചേട്ടാ? എങ്ങാനും ദൈവം വന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മള്? കണക്ക് വേണ്ടേ? 1 കോടി 2 കോടി വട്ടവർ. നമ്മുടെ ജീവിതത്തില് പൈസ ഉണ്ടോ എന്നുള്ളതല്ല നോക്കേണ്ടത്. ഇങ്ങനെ പറയുന്നത്, നിങ്ങള് പൗലോ കൊയ്ലോ കേട്ടില്ല? പൗലോ കൊയ്ലോ ആളെ പരിപാടി എന്താ? ആളാരാ? റൈറ്ററാണ്. അപ്പൊ ആള് പറയുന്നത്, ആള് പഠിപ്പിച്ചൊരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്തായിരുന്നു? ആകർഷണമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, അത് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അത് എത്ര വലുതാണെങ്കിലും പ്രപഞ്ചശക്തി അത് നേടിത്തരാൻ വേണ്ടി ഗൂഢാലോചന നടത്തും. നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ വേണ്ട. അതാ പറഞ്ഞു, നമ്മൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി കയ്യിൽ പണം വേണ്ട. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം തീരുമാനിക്കാം, സമ്പന്നനാവാൻ കയ്യിൽ പണം വേണ്ട. എന്തുണ്ടായാൽ മതി? ആഗ്രഹം ഉണ്ടായാൽ മതി. ഇതേ ലിസ്റ്റ് കയ്യിലുണ്ടായാൽ മതി. ഇതേ ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ ഞങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ, ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കാം. ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കുടുംബത്തോടൊപ്പം ഇരുന്ന് ചിന്തിച്ചൊരു തീരുമാനം എടുത്ത് ലിസ്റ്റാക്കി തയ്യാറാക്കി വെക്കുക. ആ ലിസ്റ്റ് പോക്കറ്റിലുണ്ടാവും. ഇടയ്ക്കെടുത്ത് നോക്കാം. ആഗ്രഹം 10 കോടി അല്ലെങ്കിൽ 5 കോടി അല്ലേ? അതിനു വേണ്ടി നമ്മുടെ ബ്രെയിൻ തയ്യാറാവും. പതുക്കെ അത് നമ്മിലേക്ക് വന്നു ചേരുന്ന പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ്. അപ്പൊ പണം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുമോ? ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. എന്തെങ്കിലും പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എവിടെ നിന്ന്? മറ്റൊരാളുടെ കയ്യിൽ നിന്നും എന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ കാണാൻ സ്റ്റേജിൽ കുറെ പേര് വന്ന് നിങ്ങളുടെ പോക്കറ്റിലെ പൈസ ഇരിക്കുന്നു. കാണണോ നിങ്ങൾ? ഓക്കെ. അപ്പൊ പറയുന്നത് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. പണം ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റൊരാൾ പണം ആരുണ്ടാക്കണേ? ആരാ പണം ഉണ്ടാക്കണേ? പണം റിസർവ് ബാങ്ക്. ഈ റിസർവ് ബാങ്കിന് പണം നമ്മുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറ്റൊരാൾക്ക് ഉൽപ്പന്നമോ സർവീസോ കൊടുത്താൽ തിരികെ കിട്ടുന്ന പ്രതിഫലത്തിന്റെ പേരാണ് പണം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താ കൂടുതൽ പൈസ ഇല്ലാത്ത? നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള സാധനം ഇല്ല. ചേട്ടാ, സാധനം കയ്യിലില്ലെങ്കിൽ, സാധനം ഇല്ലെങ്കിൽ എന്ത് കിട്ടില്ല അല്ലെ? കയ്യിൽ ഒരു സ്വർണ്ണം ഉണ്ട്, എത്ര കിട്ടും? 60 70 കിട്ടും. ഇല്ലെങ്കിൽ കിട്ടില്ല. നമ്മൾക്ക് മറ്റുള്ള കൊടുക്കാൻ എന്തുണ്ട്? നിങ്ങൾ എന്ത് പഠിച്ചു? നിങ്ങൾക്ക് എന്തറിയാം? അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം സർവീസ് കൊടുക്കാൻ ഒന്നും പഠിച്ചിട്ടില്ല.
കൊടുക്കാൻ വല്ല പ്രൊഡക്റ്റ് ഉണ്ടോ? അതുമില്ല. പിന്നെ അങ്ങനെ ഇപ്പൊ എന്താ പ്രശ്നം? നമ്മുടെ കയ്യില് ഉൽപ്പന്നമില്ല, നമ്മുടെ കയ്യിൽ സാധനമില്ല, അല്ലെ? കൊടുക്കുന്ന സാധനം കയ്യിലില്ലേ? അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് പൈസ ഇല്ലാത്തത് മനസ്സിലായത്? എന്ത് കാരണം? അപ്പൊ എന്ത് ചെയ്യണം? മൂല്യമുള്ള സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? അപ്പൊ രണ്ടാമത്തെ കാര്യമാണ് എന്താണ് സമ്പത്ത്? വാട്ട് ഇസ് വെൽത്ത്? ഈ പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങുന്ന അസറ്റിന്റെ പേരാണ് സമ്പത്ത്. സമ്പത്ത് എന്താ? ഈ കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന അസറ്റ്. അപ്പൊ എന്താ അസറ്റ്? പേര് നിയാസ് ഭായ്. എവിടെ വീട്? തലശ്ശേരി ടൗണിൽ ഒരു ബിൽഡിംഗ് വിൽക്കാനുണ്ട്, 60 ലക്ഷം രൂപ. നിങ്ങൾ അലമാരിൽ 60 ലക്ഷം കുറെ നാളായിട്ട് അവിടെ വെച്ചേക്കല്ലേ. ആ 60 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ഒരു തലശ്ശേരി ടൗണിൽ 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വിൽക്കാനായിട്ട് നടന്നു. അവിടെ നിന്ന് എല്ലാ മാസം 1.5 ലക്ഷം വാടക കിട്ടുന്നതാണ്. എങ്കിൽ നിങ്ങൾ അത് പോയി വാങ്ങി. എങ്കിൽ ആ ബിൽഡിങ്ങിന് വിളിക്കുന്ന പേരാണ് സമ്പത്ത്. കാരണം എന്താ? എല്ലാ മാസവും 1.5 ലക്ഷം രൂപ അവിടെ നിന്ന് വാടക കിട്ടുന്നു. അതിനോട് പണിയെടുക്കണം. വേണം. ആരാ പണിയെടുക്കണേ? നമ്മുടെ പണം. അപ്പൊ നമ്മൾ പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങുന്ന അസറ്റിന്റെ പേരാണ് സമ്പത്ത്. അപ്പൊ അതിന് നമുക്ക് എന്തുകൊണ്ട് ആരോഗ്യം വേണ്ട? അത് നമുക്ക് ആരോഗ്യം വേണ്ട. എല്ലാ മാസവും തരും, വാടക തരും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് 2 വീടുണ്ട്, ഒരു വീട് വാടക കൊടുത്തു, എങ്കിൽ വാടക കൊടുത്ത വീടിന് എന്ത് വിളിക്കാം? സമ്പത്ത്, അല്ലേ? നിങ്ങൾക്ക് 2 കാറുണ്ടെങ്കിൽ ഒരു കാറ് വാടക കൊടുത്തു, എന്ത് പറ്റും? ആ കാർ എന്തായി? സമ്പത്ത്. എന്റെ ചോദ്യം, അത്തരത്തിൽ സമ്പത്തുള്ള ആരൊക്കെ ഉണ്ട്? നിങ്ങൾ പഠിച്ചു പോയില്ലെങ്കിലും എല്ലാ മാസവും വരുമാനം കിട്ടുന്ന എന്തെങ്കിലും അസറ്റ് ഉണ്ടോ? ദാറ്റ് മീൻസ് ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് പൊന്മുട്ടയുള്ള ഒരു താറാവുണ്ടോ? ഇല്ല, അല്ലേ? നമ്മൾക്ക് അത്തരത്തിൽ അസറ്റ് ഇല്ല. അസറ്റ് ഉണ്ടായിരുന്ന അത് വിളിക്കായിരുന്നു എല്ലാ ദിവസവും, അല്ലെ? നിയാസ് ഭായ് ബിൽഡിംഗ് മേടിച്ചു. എല്ലാ മാസവും ബിൽഡിംഗ് എന്ന് പറയും താറാവ് എന്ത് ചെയ്യും? എല്ലാ മാസവും ഓരോ മുട്ടയിടും, 1.5 ലക്ഷം രൂപ. അപ്പൊ എന്ത് ചെയ്യാം? ആ മുട്ട വിറ്റ് ജീവിക്കാം. ക്ലിയർ ആയോ? അത്തരത്തിൽ ഒരു സമ്പത്ത് നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ യു ആർ ഇൻ സ്ട്രഗിൾ. നമ്മളെല്ലാവരും വിഷമത്തിലാണ്. കാരണം മുന്നോട്ടേക്കുള്ള പോക്ക് ഡേഞ്ചറാണ്. നമുക്ക് എന്നും ഇതേപോലെ ആരോഗ്യം ഉണ്ടാവും. എന്നും ഇതേപോലെ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. കാരണം ഏതെങ്കിലും ഒരു തലർച്ചം വന്ന് ബാക്കിൽ പിടിച്ചാൽ കഴിഞ്ഞില്ല നമ്മുടെ കഥ, അല്ലേ? പിന്നെ താഴത്തെ ഗോൾഡത്തെ സീലിംഗ് ഫാനിനെ ലീഫ് ഫണ്ടിന് കിടക്കട്ടെ. അപ്പൊ എങ്ങനെ ജീവിക്കും? കുടുംബത്തിന് ഭാരമായിട്ട് ജീവിക്കണ്ടേ? വേണ്ടേ? അപ്പൊ എന്ത് വേണം? സമ്പത്ത് വേണം. അപ്പോ പണം ഉണ്ടാക്കിയിട്ട് എങ്ങനെ സമ്പത്ത് മേടിക്കാം? അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഒരു സമ്പന്നനാകാം. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കയ്യിൽ ആയുധമുള്ളവൻ എന്താ വിളിക്കാറ്? ധനവാൻ, അല്ലെ? കയ്യിൽ ആയുധമുള്ളവൻ ധനവാൻ. കയ്യിൽ ലക്ഷമുള്ളവൻ പ്രഭു, ലക്ഷപ്രഭു. കയ്യിൽ കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അപ്പോഴാണ് യെസ്, അപ്പൊ അത് ശരിക്കാണ്. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഓക്കെ, പണമില്ലാതെ എങ്ങനെ കോടീശ്വരനാവാം? പണമുണ്ടെങ്കിൽ എങ്ങനെ അതിനേക്കാൾ വലിയ കോടീശ്വരൻ? നിങ്ങളുടെ കയ്യിലുള്ള പണം അത് ഇൻവെസ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം അത് നിങ്ങളുടേതല്ല. മനസ്സിലായോ? എന്താ മനസ്സിലായി? കയ്യിൽ 10,000 രൂപയുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളുടേതല്ല. എന്തിനുള്ളതാ? ചെലവാക്കാൻ. അപ്പൊ എന്ത് പറ്റി? അല്ലെ? അതേസമയം 1 ഗ്രാം സ്വർണം മേടിച്ചു. അപ്പൊ എന്തായി? എന്റെ സ്വർണം. ക്ലിയർ ആയോ? പണമായിട്ട് സൂക്ഷിച്ചാൽ അത് നിങ്ങളുടേതല്ല, മറ്റാർക്ക് വേണ്ടിയുള്ള പണമാണ്, ചെലവാക്കാൻ. അതേസമയം അതിൽ 1 ഗ്രാം സ്വർണം മേടിച്ചുള്ളെങ്കിൽ എന്റെ സ്വർണം, ഇതോ പോക്കറ്റിലിങ്ങനെ എന്റെ പൈസയല്ല, മറ്റാർക്കുള്ളത്. അതിനെ പറയുന്നത് നമ്മൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചത് തരാതിരുന്നൊരു കാര്യമാണ് മണി തിയറി. എങ്ങനെയാണ് പണത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് എല്ലാവരും പണം ഉണ്ടാക്കുന്നുണ്ട്. പേര് തരുന്നു. റസ്മിൻ, എത്ര രൂപ സാലറി ഉണ്ട്? 24,000 രൂപ, അല്ലെ? ഓക്കെ, ഈ 24,000 രൂപ മേക്ക് മണി, പൈസ ഉണ്ടാക്കി. നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ ഉണ്ടാക്കിയിട്ട് റസ്മിന് എല്ലാ മാസവും 25,000 രൂപ 24,000 രൂപ
മേക്ക് മണി. ഈ പൈസ എന്ത് ചെയ്തു? നേരെ സ്പെൻഡ് മണി, ചെലവാക്കി. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ബാക്കി ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നത് ഉണ്ടാക്കിയ പൈസ നേരിട്ട് ചെലവാക്കരുത്. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മാറ്റിവെച്ച് സേവ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വേണം ചെലവാക്കാൻ. എക്സാമ്പിൾ നെക്സ്റ്റ് നമ്മള് ലൈഫ് പ്രൊജക്റ്റ് ആണല്ലോ. ഇവിടെ നസ്മിൻ 1,00,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട പണി 60,000 രൂപ ആദ്യത്തെ ബക്കറ്റിൽ കൊടുക്കണം. നെസസിറ്റി ബക്കറ്റ്. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ, അതായത് പാല്, പത്രം, ലോണ്, ഇതൊക്കെ ഈ ബക്കറ്റിൽ നിന്ന് പോകണം. 10,000 രൂപ ആണെങ്കിൽ 6,000 രൂപ. ഓക്കെ. അതേസമയം ബാക്കി 10% നമുക്ക് കൊടുക്കേണ്ടത് എമർജൻസി, നമുക്ക് വല്ല അപകടമോ അസുഖമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മാറ്റി വെച്ചേക്കണം. അപ്പോ 1000 രൂപയാണെങ്കിൽ എത്ര മാറ്റി വെക്കണം? എത്ര മാറ്റി വെക്കണം? 10,000 കിട്ടിയ 1000 രൂപ ഈ ബക്കറ്റിൽ നിന്നും, 6,000 രൂപ ഈ ബക്കറ്റിൽ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ്, പണത്തെ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ 1000 രൂപ ലേണിംഗ്. ഈ 10,000 ശമ്പളത്തിൽ നിന്നാൽ പോരല്ലോ, പുതിയ കാര്യങ്ങൾ പഠിച്ച് ശമ്പളത്തെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ കാര്യങ്ങൾ പഠിക്കണം. ലേണിംഗ് ബക്കറ്റിലേക്ക് എന്ത് ചെയ്യണം? 1000 രൂപ ഇടണം. പിന്നുള്ള 1000 സിനിമ കാണാനും ഡ്രസ് എടുക്കാനും വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം? ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്യാറില്ല. ഇതുകൊണ്ടാണ് 24,000 രൂപ കിട്ടിയാലും സമ്പന്നനാവറസ്മിന് മതി, അതുകൊണ്ട് സമ്പന്നനാകാം. പക്ഷെ പണത്തെ നിയന്ത്രിക്കാൻ നമുക്കറിയില്ല, അല്ലേ? ഈ ടൈമിൽ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പണം ഉണ്ടാക്കി ഒക്കെ ചെലവാക്കി, പല രീതിയിൽ ചെലവാക്കി പോയി എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് മുതൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് പണത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ പറയുന്നത് അക്വയർ ഫ്രീഡം പ്രൊഡക്ട്സ് ആൻഡ് അസറ്റ്സ്. നമ്മൾ പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് സമൂഹത്തിലെ പണക്കാരായിട്ടുള്ള 3 രീതിയിലൂടെയാണ്. ഒന്ന്, ഗെറ്റ് റിച്ച് സ്ലോ, അതായത് 20 മുതൽ 30 കൊല്ലം കൂടെ നിങ്ങൾക്ക് സമ്പന്നനാകാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളോ മാറ്റി വെച്ചാൽ 20 മുതൽ 30 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സമ്പന്നനാകാം. ഓപ്ഷൻ 2, ഗെറ്റ് റിച്ച് സ്മാർട്ട്, 10 മുതൽ 20 കൊല്ലം കൊണ്ട് സമ്പന്നനാകാം. അതായത് ഒരു ഭൂമി കച്ചവടോ മറ്റുള്ള ക്രിപ്റ്റോ കറൻസി ലീഗൽ ആയിട്ടുള്ളതോ ഷെയർ മാർക്കറ്റിങ്ങിലോ പൈസ ഇട്ടിട്ടും ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്ക് സമ്പന്നനാകാം. മൂന്നാമതാണ് ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, സ്പീഡിൽ പൈസ ഉണ്ടാക്കാൻ സമ്പന്നനാകാം. ഈ 3 വഴികളുണ്ട്. ഓക്കെ. ഇതിന് നിങ്ങൾക്ക് ഏത് വേണം? സ്ലോ വേണോ, സ്മാർട്ട് വേണോ, ഫാസ്റ്റ് വേണോ? എല്ലാം ഇവിടെ ഉണ്ട്. ഏത് വേണം? ഫാസ്റ്റ്. അപ്പൊ എങ്ങനെ സ്പീഡിൽ പൈസ ഉണ്ടാകാം? അപ്പൊ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത് 5 മുതൽ 15 കൊല്ലം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു സമ്പന്നനാകാം. ഉച്ചയ്ക്ക് ശേഷം പറയാൻ വേണ്ടി പോകുന്നത് 2 കൊല്ലം മുതൽ 5 കൊല്ലം കൂടെ സമ്പന്നനാവാറുള്ളത്. അതിന് കുറച്ച് കഴിവുണ്ടാവുന്നുണ്ടോ, അല്ലാത്തവർക്ക് പറ്റിയ പണിയല്ല. പക്ഷെ ഇത് കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 5 മുതൽ 15 കൊല്ലം കൂടെ സമ്പന്നനാകും. പൈസ കയ്യിലില്ലെങ്കിൽ കഴിവുണ്ട്, പൈസ വേണ്ട, അവർക്ക് എന്ത് ചെയ്യാം? 2 മുതൽ 5 കൊല്ലം കൂടി സമ്പന്നനാകും. അപ്പൊ രാവിലെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 5 മുതൽ 15 കൊല്ലം കൊണ്ട് എങ്ങനെ ഇപ്പോഴുള്ള നിങ്ങൾക്ക് ഒരു കോടീശ്വരനായിട്ട് മാറാവുന്നതാണ്. യെസ്. അപ്പൊ അതിന് ചോദ്യം ഇതാണ്, അങ്ങനെ സമ്പന്നനാകണമെങ്കിൽ ഒരു പൊന്മുട്ടയിടുന്ന താറാവ് നിങ്ങൾക്ക് ഉണ്ടോ? സമ്പന്നനാവാൻ ഏറ്റവും സ്പീഡിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ വാങ്ങിക്കണം. പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ വാങ്ങിക്കണം. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? ഒരു താറാവിനെ തരാം. ഓക്കെ. അപ്പൊ ഒരു താറാവിനെ മേടിക്കാനുള്ള തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട്. ഓക്കെ. അപ്പൊ എന്താണ് താറാവ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ. എങ്ങനെയുണ്ട് താറാവ്? ബാക്ക് എടുത്ത്. എങ്ങനെയുണ്ട് താറാവ്? ബാക്ക്. നെക്സ്റ്റ്. എങ്ങനെയുണ്ട്? കാണുമ്പോൾ തന്നെ ഒന്നെടുത്ത് നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നില്ലേ? ഒന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അല്ലെ? എത്ര ഭംഗിയുള്ള താറാവ്. ഈ ഒരു താറാവ് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത്തരത്തിലൊരു താറാവ് സ്വന്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയുണ്ട്? ഈ താറാവ് ഇഷ്ടമായിട്ടുള്ള കൈയടിച്ചിരിക്കും എല്ലാവരും. ഈ താറാവ് ഇഷ്ടമായിട്ടുള്ള ചിലർ
വിളിക്കുമ്പോൾ ഇവര് ഞാൻ താറാവിന്റെ ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത്, ദയവ് ചെയ്ത് ഉറങ്ങരുത്. പുതുതായിട്ട് വന്നവരും വിചാരിക്കും ഇത് താറാവ് കൃഷിയുടെ ക്ലാസ് അല്ല, ഞാൻ നിങ്ങൾക്ക് ഓക്കെ. നെക്സ്റ്റ്. അപ്പോ പറഞ്ഞു വന്നത് എന്തിനാണ് നമ്മൾക്ക് ഈ താറാവ് എന്നുള്ളതാണ്. എന്തിനാണ് താറാവ്? നമ്മള് 100 വർഷങ്ങൾക്ക് മുമ്പ് 1924 ഓക്കെ, ഒരു ശരാശരി മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വയസ്സെന്ന് പറയുമ്പോൾ 30 മുതൽ 35 വയസ്സ് വരെ ആയിരുന്നു. എന്നാൽ 1924 ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന വർഷം വയസ്സ് 35. എന്തുകൊണ്ടായിരുന്നു? എല്ലാവരും 35 വയസ്സ് മരിച്ചു എന്നല്ലോട്ടാ പറഞ്ഞത്, ശരാശരി. കാരണം പണ്ട് ശിശു മരണ നിരക്ക് കൂടുതലായിരുന്നു. എന്താ കാരണം എന്നറിയോ? പെട്ടെന്ന് പിള്ളേർ മരിക്കാൻ കാരണം പണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ല. ഇവിടെ ഇരുന്ന് ഭൂരിഭാഗം പേര് ജനിച്ചത് എവിടെ? ഏത് ഹോസ്പിറ്റലാ? വീട്ടില്. ആരാ പ്രസവത്തെ? വൈറ്റാറ്റി അല്ലേ? ആ വൈറ്റാറ്റിയുടെ സ്വഭാവം നല്ലതായതിന്റെ പേരിൽ ഇന്ന് നമ്മളുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, അന്ന് ഞാൻ പ്രസവിച്ച അന്ന് ആ വൈറ്റാറ്റി എങ്ങനെ ഭർത്താവിനോട് തല്ലുപിടിച്ചിട്ട് വന്നിരുന്നെങ്കിലും ഇന്ന് ഞാനില്ല അല്ലെ? പക്ഷെ ഇന്നെങ്ങനെയുണ്ട്? കുറെ നഴ്സുമാര്, ഡോക്ടർമാര്, ഒരു ഡോക്ടറെ മൈൻഡ് പോയാലും നമ്മൾ അല്ലേ? അപ്പൊ ഇന്ന് എന്തില്ല? ശിശു മരണനിരക്ക് വളരെ കുറവ്. പക്ഷെ പണ്ടെന്താ? ഒരു വൈറ്റാറ്റിയുടെ കയ്യിലായിരുന്നു നമ്മുടെ ജീവിതം. അല്ലെ? അതേപോലെ പകർച്ചവ്യാധി, ക്രിട്ടിക്കൽ ഇൽനെസ്, ഇതൊന്നും മെഡിസിൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ കാലം പുരോഗമിച്ചു. 2024 വന്നപ്പോ ഇവിടുത്തെ മനുഷ്യ ശരാശരി മരണനിരക്ക് 86. കാരണം അസ്ട്രോമെഡിസിറ്റി, പിന്നെ ലേക്ക് ഷോർ, ഇങ്ങനെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നപ്പോ മനുഷ്യന്മാരെ ഡോക്ടർമാർ കൊല്ലുന്നില്ല. എന്താ കാരണം? എന്താ ഡോക്ടർമാരെ കൊല്ലാത്ത നമ്മളെ? എന്താ കാരണം? ഡോക്ടർമാരെ സംബന്ധിച്ച് നമ്മൾ ആരാന്ന് പറയും? പൊന്മുട്ടി എന്ന താറാവ. ശരിയാണോ? നമ്മൾ മരിച്ച വല്ലതും കിട്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഡോക്ടർമാർ നമ്മളെ കൊല്ലില്ലേ? പരമാവധി നമ്മൾ ജീവിപ്പിക്കാൻ നോക്കും അല്ലെ? നമ്മുടെ ദൈവമായിട്ട് കാണുക നമ്മുടെ ഡോക്ടർമാര് അല്ലെ? അല്ല, പക്ഷെ ഒരു കാര്യം കിട്ടോ, ഒരു ഡോക്ടർ രാവിലെ എഴുന്നേറ്റ് എന്താ പ്രാർത്ഥിക്കുക? ഒരു ഡോക്ടർ കാലത്ത് എഴുന്നേറ്റ് ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കുക? ഇന്ന് കുറച്ചധികം രോഗികളെ കിട്ടണമേ, അതിൽ കുറച്ച് സർജറി അല്ലെ? ഡോക്ടർമാർ കറക്റ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ലക്ഷ്യമില്ലാത്തുള്ളൂ, ഡോക്ടർ കറക്റ്റ് ലക്ഷ്യം. ഇന്ന് 2 കുടിക്കണം, 3 ഇതൊക്കെ. അപ്പോ സാധാ ഡെലിവറിക്ക് വരുന്ന 5 സിസേറിയൻ നടത്തും. സാധാ ഡെലിവറിക്ക് 5 പേരെങ്കിലും സിസേറിയൻ നടത്തിയേ പറ്റും. കാരണം സാധാ ഡെലിവറിക്ക് ഫീസ് 5000, സിസേറിയൻ 50000. ശരിയല്ലേ? എനിക്ക് അനുഭവമാണ്. എന്റെ വൈഫിന് ഡെലിവറി കഴിഞ്ഞിട്ട് വൈഫ് പ്രസവിക്കില്ല. വീട്ടിൽ നിന്ന് പ്രസവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇവള് എന്ത് ചെയ്താലും പ്രസവിക്കില്ല. ഞാൻ പലപ്പോഴും പ്രസവിക്കുന്നത് കൊണ്ട് ഇവൾക്ക് രക്ഷയില്ല, ഇവൾക്ക് ഇപ്പോഴും പ്രസവിക്കില്ല. പിന്നെയാണ് അവിടുത്തെ നേഴ്സ് പറഞ്ഞ, സാറേ ഒരു രഹസ്യം പറയാറുണ്ട്. അപ്പോ നേഴ്സ് വിളിച്ചു. നേഴ്സിന് അത് കമ്പനി ആയപ്പോൾ നേഴ്സ് പറയാണ്, ഈ ഡോക്ടർ ഗ്ലൂക്കോസ് ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, വേദന വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ. എന്തിനാണെന്നറിയോ? ഒരു റൂമിൽ കിടക്കുമ്പോൾ ആ റൂമിന്റെ റെന്റ് ചെയ്തൊരു പെർസെന്റേജ് ആർക്കുണ്ട്? ഡോക്ടർക്ക്. കൺസൾട്ടിങ്ങിൽ വരുമ്പോൾ എന്തുണ്ട്? ഡോക്ടർ കൺസൾട്ടിങ് ഫീസ് ഉണ്ട്. ഇവളെങ്ങാനും പെട്ടെന്ന് പ്രസവിച്ചാലോ കാര്യം പെട്ടെന്ന് തീരുമാനമാണ് അല്ലെ? അത് ഡോക്ടർ എന്ത് ചെയ്തു? പതുക്കെ വലിപ്പിക്കും. അപ്പൊ എത്ര വേദന അനുഭവിക്കണം നോക്കി. ഇത് ഞാൻ അനുഭവിച്ച ആളാണ്. ഞാൻ അങ്ങനെ ഹെഡിന് ഡോക്ടറെ കണ്ടു പറഞ്ഞു, ഡോക്ടറെ ഇത് ഞാൻ വാർത്തയാണ്, എന്റെ വൈഫിന് ഇത്ര ദിവസമായി, അതുകൊണ്ട് വൈഫിനെ പ്രസവിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം എന്റെ കയ്യിൽ എവിഡൻസ് കിട്ടുന്നത്. 1 മണിക്കൂറിൽ എന്റെ ഭാര്യ പ്രസവിച്ചു. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു വന്നത് അല്ലെ? അപ്പൊ ഡോക്ടർമാർ പലതരത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പലതരത്തിൽ. ഇനി അതൊക്കെ പോട്ടെ, ഈ ശവപ്പെട്ടി വിൽക്കുന്നവര് രാവിലെ എന്താ പ്രാർത്ഥിക്കാം? ശവപ്പെട്ടി വിൽക്കുന്നവര് ഏതെങ്കിലും കൊടുത്തിരുന്ന കാനാണ് അല്ലെ? ഏതെങ്കിലും കൊടുത്തിരുന്ന തീരുമാനം അയാളാണ് എന്ത് കിട്ടുക? പിള്ളേരെ ഫീസ് കൊടുത്തിട്ടില്ല, മോച്ച് അച്ഛ ഫീസ് ആരെങ്കിലും എടുത്ത് തട്ടോടാം, ഒരു പെട്ടെങ്കിലും പോകണം ഇല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ് അല്ലെ? ഞാൻ അങ്ങോട്ട് വന്നതല്ല, പറഞ്ഞു വന്നത് ഇവിടെ ആളുകൾ മരിക്കുന്നില്ല. ഓക്കെ, ഇനി 2030 കൂടി ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന വയസ്സ് 95 വയസ്സാണെന്ന് പറയാം.
പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, മിനിസ്റ്റർ സജി ചെറിയാൻ കഴിഞ്ഞ 2 മാസങ്ങളിൽ മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ഗവൺമെന്റ് എംപ്ലോയീസ്. കാരണം പെൻഷൻ ഇവര് പറയണത് സാധാരണ പെൻഷൻ ആയി കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ 65-70 വയസ്സ് വരെ പെൻഷൻ കൊടുത്താൽ മതി എന്നായിരുന്നു ഗവൺമെന്റിന്റെ കണക്ക്. പക്ഷേ ഇപ്പോഴത്തെ കണക്കിൽ ഇവരാരും 70 മരിക്കണില്ല, 80 മരിക്കണില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ 2 ഓപ്ഷൻസേ ഉള്ളൂ. എന്താണ്? ഒന്നുമില്ലെങ്കിൽ 70 വയസ്സാകുമ്പോൾ ഇവരെ തട്ടിക്കളഞ്ഞേക്കണം, അല്ലെങ്കിൽ പെൻഷൻ നിർത്തലാക്കാം. ഗവൺമെന്റ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. എന്ത് വേണം? ഗവൺമെന്റ് കാരണം പെൻഷൻ ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റിൽ പൈസ ഇല്ല അല്ലെ? ഇപ്പൊ പറഞ്ഞു വന്നത് ഇനി 2030 കൂടി 95 വയസ്സ് വരെ ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നതാണ് പറയണം. അതിന്റെ അർത്ഥം ഇന്ന് ഈ ഹോളിലിരിക്കുന്ന എല്ലാവരും ജീവിച്ചിരിക്കുന്ന വയസ്സ് എത്ര? 95. ആർ യു ഹാപ്പി? കുറച്ച് പേര് പറഞ്ഞില്ലല്ലോ അല്ലെ? അപ്പോ 95 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോ കുറച്ചു പേര് മുഖരുടെ ചിരി വരുന്നില്ല അല്ലെ? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കുറച്ചു പേര് ചിരിക്കാത്തത് ചോദിച്ചാൽ ഇങ്ങനെ പറയണത്. നമ്മൾ ജനിച്ചിട്ട് 25 വയസ്സ് വരെ അനുപമ ആര് നോക്കി? 25 വയസ്സ് ആര് നോക്കി? അച്ഛൻ നോക്കിയില്ലേ? അച്ഛനല്ല നോക്കിയേ അല്ലെ? നമ്മൾ ജനിച്ചിട്ട് 25 വയസ്സിൽ അച്ഛനും അമ്മയും കൂടെ നമ്മൾ നോക്കിയിട്ട് പാരന്റ്സ്, റൈറ്റ്? യെസ് അല്ലെ? 25 വയസ്സിൽ നോക്കിയത് അച്ഛനല്ലേ? 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആര് നോക്കും? നിങ്ങൾ ആര് നോക്കും? കാശ് നമ്മളുണ്ടാക്കി അല്ലെ? അനുഭവം ആര് നോക്കും? 25 വയസ്സ് മുതൽ 60 വയസ്സ് നമ്മളെ തന്നെ നോക്കണം, റൈറ്റ്? ഓക്കെ. ഇനി 60 വയസ്സ് മുതൽ 95 വയസ്സിൽ 35 ആര് നമ്മൾ നോക്കും? 60 വയസ്സ് മുതൽ 95 വയസ്സ് വരെ നമ്മൾ ജീവിക്കും. ആര് നമ്മളെ നോക്കും? എന്താ ഉത്തരം മുട്ടിപ്പോയ? പേടിക്കണ്ട അല്ലേ? മക്കള് നോക്കുന്ന വൃദ്ധസദനം ഉണ്ടാവും ഇവിടെ? ഉണ്ടാവും? ഇല്ല. അങ്ങനെ വൃദ്ധസദനം വേണ്ടല്ലോ ഇവിടെ. അതിനുണ്ട് കാരണന്മാര് പണ്ടേ പറഞ്ഞിട്ട് മക്കളെ കണ്ടും മാമ്പു കണ്ടും കുതിക്കരുത്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ചോദ്യത്തിനുള്ള 60 വയസ്സ് കഴിഞ്ഞാൽ ആരോഗ്യമില്ല, 60 വയസ്സ് കഴിഞ്ഞാൽ വരുമാനമില്ല, നമ്മുടെ ആർക്കും വേണ്ട. കാരണം എന്താ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആരാ? അനുപമ കല്യാണം കഴിഞ്ഞ അച്ഛനായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എന്തായി? പാർട്ട്ണറായി അല്ലെ? ഭർത്താവിനോട് ചോദിക്കണം. ഇതിപ്പോ അച്ഛനോടെ പോന്ന ചേട്ടനോട് ചോദിച്ചില്ലേ? പെർമിഷൻ മേടിക്കേണ്ട വീട്ടിൽ അച്ഛനായാലും ശരി മോളെ താഴത്തെ തലം വെക്കാതെ വളർത്തിയതാ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് പോരാൻ ഭർത്താവെ പൊക്കോട്ടെ ഇത് ചോദിക്കട്ടെ അല്ലെ? കാരണം അതോറിറ്റി ആരായി? ഹസ്ബൻഡായി. ശരിയല്ലേ? നമ്മൾ അതോറിറ്റി മറ്റൊരാളായിട്ട് പോരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കല്യാണം കഴിയുന്നത് വരെ മക്കളുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ അവരുടെ താക്കോൽ ആരെ കയ്യില? ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെ കയ്യിൽ. അല്ലെങ്കിൽ സമാധാനം കിട്ടും. ഭാര്യയെ സ്നേഹിക്കാൻ അച്ഛനെ സ്നേഹിച്ചാൽ എങ്ങനെ? അമ്മയെ സ്നേഹിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഭാര്യയെ സ്നേഹിക്കാണ്ട് അമ്മയെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാവും? ഭാര്യനെ വഴിക്കുമ്പോ അല്ലെ? ശരിയല്ലേ? സാധാരണ അമ്മായിനെ പോലും അല്ലെ അറിയാലോ, പിള്ളേർക്ക് കിടക്കില്ല. ഓക്കെ. അപ്പോ ഈ 35 കൊല്ലം നമുക്ക് ജീവിക്കാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അതിനുവേണ്ടി നമുക്ക് വേണ്ട സാധനത്തിന്റെ പേരാണ് സമ്പത്ത്. ക്ലിയർ ആയോ? അപ്പൊ എന്തിനാ സമ്പത്ത്? ആരോഗ്യമില്ലാത്ത സമയത്ത്, വരുമാനമില്ലാത്ത സമയത്ത്, മക്കൾ നോക്കാനില്ലാത്ത സമയത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? സമ്പത്ത്. അതിന് സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ടീച്ചർമാർ ഒരു പഴഞ്ചൊല്ല് പഠിപ്പിച്ചു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? സമ്പത്ത് കാലത്ത് ആരാ ടീച്ചർ ഒന്ന് കൈവയ്ക്ക്. ടീച്ചർ പേര് പറഞ്ഞല്ല? ക്രാന്തി ടീച്ചറെ. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തിന് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ടീച്ചറെ ഈ തൈ ഏതായിരുന്നു? അത് പറഞ്ഞ് ടീച്ചറോട് പോയാൽ മതി. തൈ വെച്ച അല്ല, മലയാളം എന്തായിരുന്നു? മലയാളമല്ല പഠിപ്പിച്ചത്, പറഞ്ഞു അല്ല. ഇത് കേട്ടിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? ഏതായിരുന്നു തൈ? അതായത് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ തെങ്ങാണോ പ്ലാവാണ് എന്തായിരുന്നു? ഇത് ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുത്തില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു. ആ തൈയുടെ പേരാണ്
ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മരം, ഏറ്റവും കൂടുതൽ വില കൂടിയ മരം, വീരപ്പൻ മോഷ്ടിച്ച് വിത്തിരുന്ന മരം ഏതാ? ചന്ദനം. ടീച്ചറെ, ഇതായിരുന്നു ആ വൃക്ഷം. അറിഞ്ഞില്ല, പറഞ്ഞില്ല, ആരും പഠിപ്പിച്ചു തന്നില്ല, അല്ലേ? അപ്പോ ഞങ്ങൾ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. സമ്പത്ത് കാലത്ത് കൈ 20 വെച്ചാൽ ആരോഗ്യമില്ലാത്ത സമയത്ത് 5 കോടി വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ, റെഡി? അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ്. അപ്പൊ അതിന് നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആ മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. അതായത് നമുക്ക് സമ്പന്നനാവണമെങ്കിൽ നമുക്ക് ഈ വിശ്വസിക്കുന്ന പറയണത് നമ്മൾ ഉണ്ടാക്കുന്ന പണം കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കാൻ പാടില്ല. ഉണ്ടാക്കുന്ന പണത്തെ കൂടെ പണിക്ക് വിടണം. ഓക്കെ, പണത്തെ കൂടെ പണിക്ക് വിട്ടെങ്കിൽ ആ പണം പണിയെടുക്കും. നമ്മളും പണിയെടുത്തു, ആ പണം പണിയെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഭൂമിയുടെ വില നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഓരോ 10 കൊല്ലം കൂടുമ്പോഴും ഇരട്ടിക്കുന്ന ഒരു സാധനമാണ് ഭൂമി. ഇന്ന് 1 ലക്ഷം രൂപ സെന്റ് മേടിച്ചു, നാളെ 2 ലക്ഷം 10 കൊല്ലം കഴിഞ്ഞു. അത് ഇങ്ങനെ ഡബിളായി ഒരു സാധനമാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിന്റെ പ്രത്യേകത, മുടക്കിയ പൈസ എപ്പോഴും ഭദ്രം, മുടക്കിയ പൈസ എപ്പോഴും സേഫ് ആണ്. കാരണം എന്താ? ഭൂമിയുടെ വില കുറയുന്നില്ല. നോക്കാം നമുക്ക് എന്താ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ആയിട്ട് മാറാം പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രോക്കർമാരെ പോലെ സെല്ലറായിട്ട് മാറാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ലിവറേജിലൂടെ പൈസ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സിമ്പിൾ, പവർഫുൾ, സേഫ് ആൻഡ് അൺബ്രേക്കബിൾ വെൽത്ത്. നിലയ്ക്കാത്ത സമ്പത്ത് കിട്ടുന്ന ഒന്നാണ് റിയൽ എസ്റ്റേറ്റ്. അപ്പൊ എന്താണ്, വാട്ട് ഈസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? അപ്പൊ നിങ്ങളൊരു 10 മിനിറ്റ് കൂടെ സമയമുള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബൈയിങ്, റെന്റിങ്, സെല്ലിങ്. അതായത് ഭൂമി വാങ്ങാം, ഭൂമി മറിച്ച് വിൽക്കാം, ഭൂമി വാങ്ങിയിട്ട് ബിൽഡിംഗ് കിട്ടിയിട്ട് അത് വാടകയ്ക്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോ ഭൂമിയെ പറ്റി പറയുമ്പോൾ ഈ ഭൂമി ഇവിടെ ഉണ്ടായിട്ട് 450 കോടി വർഷം കഴിഞ്ഞു. ഇനി 750 കോടി വർഷം കൂടെ ഈ ഭൂമി ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ ഭൂമിയിൽ 71% വെള്ളമാണ്. ബാക്കി 21% വരുന്നതില് നദി, കരയും, മരുഭൂമിയും, കാടും, കുന്നും, ഗവൺമെന്റ് പ്രോപ്പർട്ടീസും കഴിഞ്ഞിട്ട് ഭൂമിയിൽ വിൽക്കാനായിട്ട് വെറും 10% മാത്രമേ ഭൂമി ബാക്കിയുള്ളൂ. 5% മാത്രമേ ഭൂമി ബാക്കിയുള്ളൂ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ മൊത്തം 96 ലക്ഷം ഏക്കറാണ് ഉള്ളത്. കേരളത്തിൽ നിന്ന് വിൽക്കാനായിട്ട് ആകെയുള്ളത് 12 ലക്ഷം ഏക്കർ മാത്രമേ കേരളത്തിൽ വിൽക്കാനുള്ളൂ. ക്ലിയർ? ഇനി കേരളത്തിൽ വിൽക്കാനായിട്ട് വെറും 12 ലക്ഷം ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ. 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ 1 സെന്റ് ഭൂമിയിലുള്ള സ്വപ്നങ്ങൾ മാത്രമായിട്ട് മാറുന്ന പറയുന്നത്. കാരണം ഭൂമി വർദ്ധിക്കുന്നില്ല. എന്താ കാരണം? എന്താ? ഭൂമി വർദ്ധിക്കുന്നില്ല, പക്ഷെ എന്തുണ്ട്? ജനസംഖ്യക്ക് ഒരു കുറവില്ല. ഇന്ന് ചൈനയെ മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി. എന്താ കാരണം? ഏത് കാര്യത്തിലാ? പോപ്പുലേഷൻ, പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്ത്യ എന്തായി? 1ാം സ്ഥാനത്തെത്തി. അതുകൊണ്ട് അതിൽ നിങ്ങളെ ഓരോരുത്തരും ഭാഗവാക്കാണ്. ഏതില്? ഇന്ത്യക്ക് 1ാം സ്ഥാനം കിട്ടിയത്. നിങ്ങൾക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തോളൂ. കാരണം ഈ കണക്കിന് ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിച്ചത് നമ്മൾ ഓരോരുത്തരും ഭാഗവാക്കാണ്, അല്ലേ? അപ്പോ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് വരുന്ന 10 വർഷം കഴിയുമ്പോൾ ഭൂമി സ്ക്വയർ ഫീറ്റിലേക്ക് മാറും. ഇന്ന് ബാംഗ്ലൂര്, ഉത്തർപ്രദേശ്, ബോംബെ, എന്തിനു പറയുക, നമ്മുടെ കൊച്ചി വരെ ഭൂരിഭാഗം സ്ക്വയർ ഫീറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. സെന്റിന് കിട്ടില്ല. അതായത് ബോംബെയിൽ 1 സ്ക്വയർ ഫീറ്റ് ഭൂമിക്ക് മെട്രോ സിറ്റിയിൽ 3 ലക്ഷം രൂപ. 1 സ്ക്വയർ ഫീറ്റ് 435 സ്ക്വയർ ഫീറ്റ് ഒരു സെന്റ് എന്ന് പറയും. 1 സെന്റിന് 36 കോടി രൂപ. എങ്ങനെയുണ്ട്? 1 സെന്റിന് 4 ലക്ഷം. ഇത്തരത്തിലുള്ള വലിയ മാറ്റമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് 5 സെന്റ് ഭൂമി വാങ്ങിയിട്ട് എന്താ ഗുണം എന്നറിയാം? 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് സ്ക്വയർ ഫീറ്റിന് കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിന് പൈസ ഉണ്ടാക്കാം? പറഞ്ഞു, 1 ഭൂമി വാങ്ങിയിട്ട് ഭൂമി വില കൂട്ടി മറിച്ച് വെക്കുക. 2 ഭൂമി വാങ്ങിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വാടകയ്ക്ക് കൊടുക്കുക, വിൽക്കുകയോ ചെയ്യാം. 3 ഭൂമി വാങ്ങിയിട്ട് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്, വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് മുറിച്ചു വിറ്റും പൈസ ഉണ്ടാക്കാം. ഏത് മരം? യെസ്, ചന്ദനം, അല്ലെ? അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ വില കൂടിയ മരം
അതേതാണ് റിസർച്ച് ചെയ്തു. അപ്പോഴാണ് ചന്ദനത്തിന് ഡിമാൻഡ് കണ്ടു. അതിനുള്ള കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വില കിട്ടുന്ന മരമാണ് ചന്ദനം മനസ്സിലായി. അപ്പൊ ഞങ്ങള് 2030 5 കൊല്ലം കൊണ്ട് കമ്പനിയുടെ വിഷൻ കേരളത്തില് വയനാട് ജില്ലയിൽ 1400 ഏക്കർ സ്ഥലമെടുത്ത് അതിനെ 2 ഏക്കർ വരുന്ന 700 പ്രൊജക്റ്റുകളാക്കി 5 സെന്റ് ഭൂമി 28,000 പേർക്ക് വിറ്റുകൊണ്ട് നിങ്ങളെ 5 സെന്റ് ഭൂമിയുടെ ഓണേഴ്സ് ആക്കിക്കൊണ്ട് അതിലൂടെ എല്ലാ വർഷവും 15 വർഷം കൂടുമ്പോൾ 5 കോടി റിട്ടേൺ കിട്ടാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 5-ാം തീയതിയാണ് നമ്മുടെ കേരളത്തിൽ ചന്ദന കൃഷിക്ക് വേണ്ടി വീട്ടിലെ എല്ലാവിധ കാര്യങ്ങളും പാസ്സാക്കിയത്. ഇപ്പൊ 2 ഏക്കറിന് ഇതേപോലെ 5 സെന്റ് ഭൂമികളാക്കി തിരിക്കുന്നു. അത് 15 മുതൽ 20 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുക എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച വയനാട്ടിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് വരാം, വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം, 5 സെന്റ് ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ക്ലിയർ ആയിരുന്നു. സ്വന്തമാക്കിയിട്ട് ഞങ്ങൾ അവിടെ 20 ചന്ദനത്തെ പ്ലാൻ ചെയ്തിരും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 15 കൊല്ലം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞു, ഒരു ചന്ദനത്തൈയുടെ വില ഇപ്പോൾ ഉള്ള കണക്കും പ്രകാരം 7,60,000 രൂപയാണ് 15 കൊല്ലം കൊണ്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 5 സെന്റിൽ 20 എണ്ണം 15 കൊല്ലം മുമ്പ് വെച്ചിരുന്നെങ്കിൽ 20 × 7,60,000 രൂപ എന്ന് പറഞ്ഞാൽ 1,52 ലക്ഷം രൂപ കിട്ടുമായിരുന്നു. ബാക്കി 5 സെന്റ് ഭൂമി നമ്മുടെ പേരിൽ കിട്ടി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പ്രോപ്പർട്ടി ആരുടെ പേരിലാണോ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രസ്റ്റ് പൈസ കിട്ടുള്ളൂ. ക്ലിയർ ആയി. വല്ലോന്റെ ഭൂമി ചെന്ന് കൃഷി വെച്ചാൽ കിട്ടില്ല. ആരുടെ ഭൂമിയിലാണ് ചന്ദനം ഉണ്ടായിരുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രഷറി ചെയ്യുന്ന പൈസ നമുക്ക് മേടിക്കാം. പക്ഷെ ഇവിടുത്തെ കണക്കുകൾ പറയുന്നത് 1980-കളിൽ 1 കിലോ ചന്ദനത്തിന് വെറും 20 രൂപ ഉണ്ടായിരുന്നു. ഇത് 2023 വന്നപ്പോൾ 20,000 രൂപ, 1000 മടങ്ങ് ഗ്രോത്ത് ആണ് ചന്ദനത്തിൽ വന്നിട്ടുള്ളത്. ഇത് 2038 87,500 രൂപ എന്ന് പറഞ്ഞാൽ വലിയ ഗ്രോത്തിലേക്ക് എത്തിപ്പെടുന്ന പറഞ്ഞത്. അപ്പൊ ഇന്ന് ഒരു 5 സെന്റ് ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ 10 മുതൽ 15 കൊല്ലം കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 4,94 ലക്ഷം വരെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കൃഷിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടത്. പക്ഷെ ഈ കൃഷി ആരും ചെയ്യുന്നില്ല. അതിന്റെ കാരണം വളരെ ചെലവുള്ള ഒരു കൃഷിയാണ്. അതായത് 2 ഏക്കറിൽ കൃഷി ചെയ്യണമെങ്കിൽ 3 കോടി രൂപ ആദ്യം കയ്യിൽ നിന്ന് ഇറക്കണം, എങ്കിൽ മാത്രമേ ഈ കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുള്ളൂ. അപ്പൊ കമ്പനി എന്ത് ചെയ്തു, 2 ഏക്കർ മൊത്തം എടുത്ത് അത് 5 സെന്റ് ഭൂമിയാക്കി 15 ലക്ഷം രൂപ നിങ്ങൾക്ക് വിൽക്കുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ പ്രോപ്പർട്ടി ഓണറായി, നിങ്ങൾ ഉടമസ്ഥനായി. അവിടെ പിന്നെ 15 കൊല്ലത്തേക്ക് ഇതിന്റെ എല്ലാവിധ പ്രൊട്ടക്ഷനും പരിപാലനവും എല്ലാം കമ്പനി നോക്കി തരുന്നു. 10 മുതൽ 15 കൊല്ലം കഴിയുമ്പോൾ മുറിച്ച് ഗവൺമെന്റിലേക്ക് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ തുക എത്രയാണ് ആ സമയത്ത്, ചിലപ്പോൾ 4 കോടിക്ക് മേലെയാവും, 5 കോടിക്ക് മേലെയാവും. ആ പൈസ ഇന്നത്തെ കണക്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് 1,52 ലക്ഷം രൂപ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് കിട്ടണം. ഓക്കെ, ഇതിന് ഒറ്റ പ്രശ്നമുണ്ട്, 15 കൊല്ലം കാത്തിരിക്കണം, അല്ലെ? 10 മുതൽ 15 കൊല്ലം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ പെട്ടെന്ന് സമ്പന്നമാവും, അല്ലെ? നമ്മൾ പോകേണ്ടത് എവിടേക്കാണ്? ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, അല്ലെ? സ്പീഡിൽ. മറ്റേതാണ് നേരത്തെ പറഞ്ഞത്, ഗെറ്റ് റിച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞത് 10 മുതൽ 15 കൊല്ലം ഏത് ഗണത്തിലെ പെടാം? ഏത് ഗണത്തിലെ പെടാം? ഗെറ്റ് റിച്ച് സ്മാർട്ട്, അല്ലെ? സ്മാർട്ട് ആയിട്ട് പൈസ ഉണ്ടാക്കും. ഇതാണെങ്കിലോ അടുത്ത പഠിക്കാൻ വേണ്ടി പോണത് ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, എങ്ങനെ സ്പീഡിൽ പൈസ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞങ്ങൾ ഉള്ള പുതിയ ആശയമാണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോട്. ഇതിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ാം തീയതി പ്രശസ്ത ഫിലിം സ്റ്റാർ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സരയു ഉദ്ഘാടനം ചെയ്യും. അപ്പൊ എല്ലാവരെയും ഈ ഉദ്ഘാടന സമയത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മൊത്തം 90 കോട്ടേജസ് ആണ് വരുന്നത്. ഈ 90 കോട്ടേജിൽ 2ാമത്തെ ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ാം തീയതി അമ്മയുടെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അൻസിബ, ദൃശ്യം ഫിലിം മോഹൻലാലിന്റെ മോളായിട്ടുള്ള അൻസിബയാണ് 2ാമത്തെ കോട്ടേജിൽ ഉദ്ഘാടനം. അങ്ങനെ 25 കോട്ടേജുകളാണ് ഡിസംബർ 31-ന് മുമ്പായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇതില് പെർ ഡേ ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് 20,000 രൂപ. ഒരു കോട്ടേജിന്റെ ദിവസമുള്ള വാടക 20,000 രൂപ. ഇത് ഞങ്ങൾ തന്നെ വാടകയ്ക്ക് കൊടുത്തോളാം. ഓക്കെ, നിങ്ങളൊന്നും അറിയണ്ട. അപ്പൊ 5 സെന്റ് ഭൂമി ആദ്യം ഞങ്ങൾ ചെയ്തു തരുന്നത് നിങ്ങളുടെ പേരിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് തരും. ഓക്കെ, അപ്പൊ ആരാ ഭൂമിയായി?
നിങ്ങളുടെ ഭൂമി അല്ലെ, ആ നിങ്ങളുടെ ഭൂമിയിൽ 1 സെന്റിലായിരിക്കും ഈ ഒരു കോട്ടേജ് വരുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 4 സെന്റില് 1 സെന്റിൽ 4 ചന്ദന മരങ്ങൾ. അപ്പോ 4 സെന്റിൽ എത്ര 16 അല്ലെ. അപ്പൊ 16 ചന്ദന മരങ്ങൾക്കിടയിൽ ഒരു കോട്ടേജ്. മൊത്തം 5 ഏക്കർ, 90 കോട്ടേജ്. അപ്പൊ 90 കോട്ടേജ് എന്ന് പറയുമ്പോൾ 1460 ചന്ദന മരങ്ങൾക്കിടയിൽ ഈ കോട്ടേജ്. ക്യാൻസർ പോലുള്ള ഒരുപാട് മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് ഇവിടെ താമസിക്കാന്നുള്ളത്. അത്രയ്ക്കും എക്കോ ഫ്രണ്ട്ലി. മാത്രമല്ല ഔഷധ ഗുണങ്ങളായിരുന്നു. നിങ്ങൾക്കറിയാം, കൊറോണ സമയത്ത് ആളുകൾ മരിക്കാൻ കാരണം എന്താ? ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണം ശുദ്ധവായു, ഓക്സിജൻ കിട്ടാതെ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു അത്ഭുത വൃക്ഷം കൂടിയിട്ടാണ് ചന്ദനം. അപ്പൊ ഇന്ന് ഒരു മറ്റൊരു ലോകത്തിലേക്ക് ആളുകളുടെ അസുഖം ട്രീറ്റ് ചെയ്യാനുള്ള മറ്റൊരു തലത്തിലേക്ക് കൂടെ ഞങ്ങൾ മാറുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ പ്രൊജക്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പെർ ഡേ 20,000. അപ്പോൾ നമുക്ക് ഒരു മാസം 20,000 ഇൻറ്റു 30, 6 ലക്ഷം രൂപയാണ് ഈ ഒരു കൊല്ലത്തെ വാടക. അടുത്ത കൊല്ലം വാടക വീണ്ടും കൂടും, 25ലേക്ക് പോകും. ഫസ്റ്റ് ഞങ്ങൾ വെക്കുന്നത് 20,000 രൂപയായിട്ടാണ്, 6 ലക്ഷം രൂപ. അപ്പൊ ഈ 6 ലക്ഷം രൂപ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം എത്ര കിട്ടും? 6 ലക്ഷം ഇൻറ്റു 12 എത്രയായി? 72 ലക്ഷം രൂപ. 10 കൊല്ലത്തേക്ക് എത്രയായി? 7,20,00,000 രൂപ. ഓക്കെ, അങ്ങനെ 10 കൊല്ലം കൊണ്ട് 7,20,00,000 രൂപ കിട്ടുകയും ചെയ്യും. 10 കൊല്ലം കഴിഞ്ഞ് 14 ചന്ദനങ്ങൾ കുറിച്ച് വെക്കുകയും ചെയ്യും. ഒരു മരത്തിന് ആ സമയത്ത് 25 ലക്ഷം രൂപയാണെങ്കിൽ 25 × 16 5 കോടി അതിൽ നിന്ന് കിട്ടി. ടോട്ടല് നിയറസ്റ്റ് 13 കോടി രൂപയോളം നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നത്. ഓക്കെ, മാത്രമല്ല ഇത് 100 വർഷം വരെയാണ് ഇതിനുള്ള റിട്ടേൺ നമുക്ക് വരുന്ന പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവർക്കും ഇതിന്റെ പ്രൈസ് വരുന്ന 65 ലക്ഷം രൂപയാണ്. പക്ഷെ 65 ലക്ഷം രൂപ ഇത് വാങ്ങിയാൽ എത്ര കിട്ടും? 10 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു തുക നിയറസ്റ്റ് 13 കോടി രൂപയാണ്. പക്ഷെ വീണ്ടും ആ പ്രോപ്പർട്ടി അവിടെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത് 65 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളോട് ചെയ്യുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ്, ഒരു വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്ത് ഒരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഓരോ ലക്ഷം രൂപയുടെ 65 പേർക്കും ഇതിൽ പാർട്ട്ണറായിട്ട് മാറാം. ക്ലിയർ? അപ്പൊ 65 ലക്ഷം രൂപയ്ക്ക് 65 പാർട്ട്നേഴ്സിന്റെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടേതാക്കി തരും 65 പേരെ പേരിൽ. അപ്പൊ എന്തായി? ഇതിന്റെ അവകാശം 65 പേർക്കായി. കിട്ടുന്ന വാടക എത്രയാണ്? 6 ലക്ഷമാണോ 3 ലക്ഷമാണോ വാട്ടക എത്ര കിട്ടിയാലും അത് 65 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് തരുകയും ചെയ്യും. ചന്ദന മരത്തിന് കിട്ടുന്ന എമൗണ്ടോ അതും 5 കോടി ഡിവൈഡഡ് ബൈ 65. അപ്പൊ അത്തരത്തിൽ 1 ലക്ഷം രൂപ വെച്ചിട്ടായാലും നമുക്ക് ഇതിലൂടെ സമ്പന്നാകേണ്ട അവസരമാണ് ഒടുവിലേക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പെർ ഡേ 20,000 കിട്ടിക്കഴിഞ്ഞാൽ 65 ലക്ഷം കിട്ടുന്ന ഇൻകം 6 ലക്ഷം. അതേസമയം 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്നൊരു തുക എല്ലാ മാസവും 9,228 രൂപ. ക്ലിയർ ആയോ? 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 9,228. അപ്പൊ ഒരു കൊല്ലം കൊണ്ട് എത്രയായി? എത്ര തിരിച്ചു കിട്ടി? 9,228 ഇൻറ്റു 12 എത്രയായി? എത്ര കിട്ടി? 1 ലക്ഷത്തി മേലെ അല്ലെ? നമ്മ ഇറക്കിയ പൈസക്ക് മേലെ തിരിച്ചു കിട്ടി. ബാക്കി അവിടെ എന്തുണ്ട്? കോട്ടേജ് അവിടെ ഉണ്ട്, സാൻഡൽ കൂടെ അവിടെ ഉണ്ട്. ഇനി നമുക്ക് 25 ദിവസം വാടകയ്ക്ക് പോയി എങ്കിലും കിട്ടുന്നൊരു എമൗണ്ട് ആണ് 7,690 രൂപ പെർ മന്ത്. ഇനി അത് 20 ദിവസം പോയില്ലെങ്കിൽ 6,152 രൂപ. ഓക്കെ, ഇനി അത് 15 ദിവസം പോയുള്ളെങ്കിൽ 4,614. അത് 10 ദിവസം പോയില്ലെങ്കിൽ 3,076 രൂപ. 5 ദിവസമുള്ള പോയെങ്കിലോ 1,538 രൂപ വെച്ച് പെർ മന്ത് കിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ഇതിൽ 65 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇത് വാങ്ങിയാൽ കിട്ടുന്നൊരു ഇൻകം അതാണെങ്കിൽ നിയറസ്റ്റ് 10,000 രൂപ വെച്ച് നമുക്ക് എല്ലാ മാസവും കിട്ടും. കയ്യിൽ 1 ലക്ഷം മുടക്കിയാൽ പോലും നിങ്ങൾക്കത് സ്വന്തമാക്കാൻ പറ്റും. പ്ലസ് അവിടെ എന്തുണ്ട്? ചന്ദനമരമുണ്ട്,
കോട്ടേജ് ഉണ്ട്, ഭൂമി ഇവിടെ ഉണ്ട്. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് അവസ്ഥ എന്താ? ഭൂമിയുടെ വില സ്ക്വയർ ഫീറ്റായി. അപ്പൊ എന്ത് പറ്റും? ഈ വാങ്ങിയ ഭൂമി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മറിച്ച് വിൽക്കാം. പക്ഷെ ഞങ്ങൾ പറയണമെന്നറിയോ, ഒരിക്കലും ഈ പൊന്മുട്ട ഇടുന്ന താഴെ കൊല്ലരുത്. എന്ത് ചെയ്യാൻ പാടില്ല? ആ കിട്ടുന്ന മുട്ട കൊണ്ട് നമുക്കൊരു സമ്പന്നമായിട്ട് മാറാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കയ്യിൽ 65 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വരുന്നൊരു 10 കൊല്ലം കൊണ്ട് 12-13 കോടി രൂപയോളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഓക്കെ, 65 ലക്ഷം ഇല്ലെങ്കിലോ അതെ, നിങ്ങൾക്ക് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ വട്ടം എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടാലും നിങ്ങൾക്ക് സ്വന്തമാകും. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറയുന്നത്, 5 ദിവസമേ പോയുള്ളൂ. ഒരു 5 ദിവസം 5 ദിവസം വാടകയ്ക്ക് പോയാൽ പോലും ഒരു മാസം എത്രയായി? 5 ദിവസം പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ അല്ല, 5 ദിവസം പോയാൽ 1 ലക്ഷം രൂപ. അപ്പൊ ഇവിടെ 15 കൊല്ലം ഓരോ ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന വാടകയാണ് 1,80,00,000 രൂപ. ഓക്കെ, വെറും 5 ദിവസം 15 കൊല്ലം 5 ദിവസം വെച്ച് പോയാൽ പോലും കിട്ടുന്ന വാടക 1,80,00,000 രൂപ. ഇനി അതിനുള്ള ചന്ദനമല കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ തുകയാണ് 2,80,00,000 രൂപ. സാൻഡൽവുഡിന്റെ അതിന്റെ കാതിൽ നിന്നും കിട്ടും. ബാക്കിയുള്ള ഭാഗത്തിൽ നിന്ന് 1,15,20,000 രൂപ. ടോട്ടൽ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ തുക 5,75,20,000 രൂപ. ഇത് എവരി 15 കൊല്ലം, എവരി 15 ഇയർ ഏറ്റവും കുറഞ്ഞ തുകയാണ് ഈ പറഞ്ഞത്. ക്ലിയർ? പക്ഷെ കയ്യിൽ എന്ത് വേണം? 65 ലക്ഷം വേണം. ഇല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഒരു സിൻഡിക്കേറ്റിൽ നിങ്ങൾക്ക് മെമ്പർ ആകാം. അപ്പൊ ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് ഈ റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റിൽ മെമ്പർ ആകാം. മെമ്പർ ആകണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്ത് ഇവിടുത്തെ മെമ്പർ ആകാന്നുള്ളതാണ്. ഓക്കെ, മെമ്പർ ആകുമ്പോൾ അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് ഇതിന്റെ വാടക എല്ലാ മാസം കിട്ടി തുടങ്ങുന്നുള്ളതാണ്. മാത്രമല്ല സാൻഡൽവുഡിന്റെ റിട്ടേൺ 10 കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ എക്സ്ട്രാ കിട്ടും. ഇത് എവരി 15 കൊല്ലം വെച്ചൊരു എമൗണ്ട് നമുക്ക് മാറ്റം ചെയ്യും. ഇനി നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഇല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഓപ്ഷൻ നമ്പർ 1, നിങ്ങൾക്ക് ഇതിന്റെ അല്ലെ ഒരു 65 ലക്ഷം കൊടുത്ത് ഓണർ ആവാം. രണ്ടാമത്തെ ഓപ്ഷനാണ് 1 ലക്ഷമോ 2 ലക്ഷമോ കൊടുത്ത് ഇതിന്റെ ഒരു പാർട്ട്ണറായിട്ട് മാറാം. മൂന്നാമത്തെ ഓപ്ഷനാണ് ഇത് രണ്ടും നടന്നില്ലെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് ഒരു 5 സെന്റ് ഭൂമി സ്വന്തമാക്കാം. അപ്പൊ എന്താ പറ്റുക? 10 മുതൽ 15 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോടീശ്വരനാണ്. ഗെറ്റ് റിച്ച് സ്മാർട്ട്. മറ്റേതോ ഗെറ്റ് റിച്ച് ഫാസ്റ്റ്. ഇത് ഗെറ്റ് റിച്ച് സ്മാർട്ട്. 15 കൊല്ലം കൊണ്ടും നിങ്ങൾക്ക് ഒരു സമ്പന്നാവും. പക്ഷെ എന്ത് വേണം? 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ സ്വന്തം പേര് ആരെയും ഷെയർ കൂട്ടണ്ട, ഒറ്റയ്ക്ക് നിങ്ങളുടെ പേരിൽ ഒരു 5 സെന്റ് ഭൂമി വാങ്ങിയിടാം. ഓക്കെ, ഇനി ഈ 15 ലക്ഷം രൂപ റെഡി ക്യാഷ് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലിശ ഇല്ലാതെ എല്ലാ മാസവും നിങ്ങൾ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് 15,000 രൂപ EMI ആയിട്ട് അടക്കാം. 15,000 ഇന്ന് 100 മാസം എന്ന് പറയുമ്പോൾ 15 ലക്ഷം രൂപ പലിശ വേണ്ട. അങ്ങനെ വേണമെങ്കിലും ഇത് സ്വന്തമാക്കാം. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ 1 65 ലക്ഷം രൂപ, ഓപ്ഷൻ 2 1 ലക്ഷം രൂപ, ഓപ്ഷൻ 3 15 ലക്ഷം രൂപ, ഓപ്ഷൻ 4 മന്ത്ലി 15,000 രൂപ. ഇനി ഇവിടെ ഇരിക്കുന്നവർക്ക് 15,000 മാസം അടക്കാനില്ല. അപ്പൊ എന്ത് ചെയ്യാം? 15,000 മാസം അടക്കാൻ എന്റെ കയ്യിലില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? 15,000 മാസം അടക്കാനില്ല. പക്ഷെ ഇത് ഇഷ്ടമായി, ഒരു താറാവൻ എനിക്ക് വേണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. യെസ്, നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് അതും പറഞ്ഞു എങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഓൺട്രപ്രണർ ആകാം. ഓക്കെ, അപ്പൊ അതില് നിങ്ങൾക്ക് എങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം. അതിന്റെ ഗുണം 2 മുതൽ 5 കൊല്ലം കൊണ്ട് സമ്പന്നമാണ്. അത് കച്ചവടമാണ്, പണിയെടുക്കണം. ഇതാവുമ്പോ പണി ആരെടുക്കും? കയ്യിൽ പൈസ പണി ആരെടുക്കും? നിങ്ങളുടെ പണം പോയെടുക്കും, ഞങ്ങൾ നോക്കും. പണം കയ്യിലില്ലെങ്കിലോ ഉച്ചയ്ക്ക് ശേഷം വിടുന്ന അതെങ്ങനെയാണെന്ന് പറയുന്നത്. ക്ലിയർ? ഈ ചോദ്യം നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടം? ഇതിലേത് വേണം നിങ്ങൾക്ക്? 65 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു കോട്ടേജ് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദ്യം 1. ചോദ്യം 2, 65 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം 1 ലക്ഷം എത്ര ആയിക്കോട്ടെ, അങ്ങനെ ഇതിന്റെ സിൻഡിക്കേറ്റ് ഭാഗമാകാൻ തയ്യാറാണ്. ഓപ്ഷൻ 2. ഓപ്ഷൻ 3, എനിക്ക് പാർട്ട്ണർ താല്പര്യമില്ല, പക്ഷെ കയ്യിൽ 15 ലക്ഷം ഉണ്ട്. എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ഒരു 5 സെന്റ് ഭൂമി കാണാം. ഓപ്ഷൻ 3, എന്റെ കയ്യിൽ 15 ലക്ഷം ഇല്ല, ഞാൻ 15,000 മാസം അടച്ചേക്കാം, എങ്കിൽ പാർട്ട്ണർഷിപ്പ് ഞാനില്ല. എന്ത് ചെയ്യാം? പലിശയില്ലാതെ
നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉണ്ടെങ്കിൽ 15,000 ഇല്ല, എന്ത് ചെയ്യാം? ഉച്ചയ്ക്ക് ശേഷം അത് ഭംഗിയായിട്ട് പറഞ്ഞാൽ അത് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് സമ്പന്നനാകാം. ക്ലിയർ ആയാലും ഓക്കെ. അപ്പൊ ഈ ഒരു പ്രൊജക്ട് കേൾക്കുമ്പോൾ ഒറ്റ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൂ. ഇത് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന റിസ്ക് ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഗുണം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്കറിയാം, ക്രിപ്റ്റോ കറൻസി, ഷെയർ ട്രേഡിങ്, ഇതൊക്കെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന വിദ്യകളാണ്. പക്ഷെ അവിടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ക്യാപിറ്റൽ പ്രിസർവേഷൻ ഇല്ല. നമ്മൾ മുടക്കിയ പൈസ സേഫ് അല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? നമ്മൾ ഇറക്കിയ പൈസക്ക് ആര് പ്രൂഫ് തരും? സർക്കാർ, ഗവൺമെന്റ് തന്നെ ആധാരം കയ്യിൽ തരും. അല്ലെ? ഇപ്പൊ നമ്മൾ 15 ലക്ഷം മുടക്കി, കയ്യിൽ കിട്ടി, ആധാരം കൈ കിട്ടി. 65 ലക്ഷം മുടക്കി എന്തുണ്ട്? ഈ 5 സെന്റ് ഭൂമിയുടെ ഈ കോട്ടേജിന്റെ ആധാരം കൈ കിട്ടി. അല്ലെ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സാധനം കൈ കിട്ടി. മറ്റേതാണെങ്കിലോ അറിയില്ല. അല്ലെ? പൈസ കിട്ടിയേക്കാം, കിട്ടുന്നവരുണ്ട്, കിട്ടിയേക്കാം. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇവിടെ 100% ക്യാപിറ്റൽ പ്രിസർവേഷൻ. ഇറക്കിയ പൈസ, ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം മുടക്കിയാൽ 5 കൊല്ലം കഴിഞ്ഞ് 10 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എന്നെ വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ആരെ വിശ്വസിക്കാം? ഭൂമിനെ വിശ്വസിക്കാം. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് എവിടേക്കാ? ഭൂമിയിലേക്ക്. എനിക്കല്ല, ഭൂമിയിലേക്ക്. ആരെ രേഖ തരാം? ഭൂമി രേഖ തരും, ഞാനല്ല. ഞാനില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? ഞാൻ വേണ്ട. നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്? ഈ ഇറക്കിയ ഭൂമിയുണ്ട്, അതിന്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിന് നമ്മൾ ആരും മനുഷ്യന്മാർ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് ബിസിനസ്സുകൾ പൊട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ പർട്ടിക്കുലർ വ്യക്തി ഉണ്ടെങ്കിൽ മാത്രം നടക്കുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നിങ്ങൾക്ക് നടത്തിക്കൊണ്ട് ഒരു വലിയൊരു യൂണിറ്റ്, കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇത് നിങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഒരൊറ്റ ജീവിതം. ഈ ജീവിതം നമുക്ക് 4 തരത്തിൽ കളിച്ചു തീർക്കാന്നാണ് പറയുന്നത്. 4 തരത്തിൽ. ഒന്ന്, pretend to play, മീൻസ് refuse to play. അതായത് എനിക്ക് ഇപ്പൊ ജീവിക്കണ പോലെ ജീവിച്ചാൽ മതി, ഞാൻ പുതുതായിട്ട് ഒന്നും ചെയ്യാൻ പോകില്ല, ഒന്നുകൊണ്ട് ചെയ്യില്ല, എനിക്ക് ഇങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ മതി. ഇതിനെ വിളിക്കുന്ന പേരാണ് refuse to play. എങ്ങനെ? ഇന്നൊരു പുതിയ ആശയം കേട്ടു, കൊള്ളാം. ക്യാപിറ്റൽ ഇറക്കിയ പൈസ ഇപ്പോൾ അല്ലെ 1 ലക്ഷം ഇറക്കിയ 10 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്കേണ്ടതെന്നറിയാം, 10 ലക്ഷത്തിലേക്കല്ല, നമ്മൾ ഇറക്കിയ 1 ലക്ഷം സേഫ് ആണ്. യെസ് ഓർ നോ? 1 ലക്ഷത്തിന് എന്ത് കിട്ടി? നമ്മുടെ കയ്യിൽ പ്രൂഫ് കിട്ടി. അല്ലെ? എപ്പോഴും നോക്കണ്ട, 1 വെച്ചാൽ 10 കിട്ടുന്നവരും 10ലേക്ക് നമ്മൾ നോക്കരുത്. 1 സേഫ് ആണോ? ഇവിടുത്തെ ഗുണം എന്താ? 1 സേഫ് ആണ്, അല്ലെ? പക്ഷെ അതൊക്കെ കേട്ടാലും ശരി, എനിക്ക് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി, ഞാൻ പുതുതായിട്ട് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇപ്പൊ ജീവിക്കണ പോലെ തന്നെ, അല്ലെ? റബീസ് ഭായി, നിയാസ് ഭായി, ആ 24,000 ശമ്പളം കിട്ടി ജീവിച്ചാൽ മതി ആണോ? അങ്ങനെ ജീവൻ കളിച്ചു തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോവാം. ഓപ്ഷൻ 2, pretend to play. ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? അഭിനയിച്ചുകൊണ്ട് ജീവിക്കുക. കയ്യിൽ പണമുണ്ടെന്ന് കരുതിയിട്ട് അഭിനയിച്ചുകൊണ്ട് ജീവിക്കുക. രാവിലെ പോലെ എന്തും തിരക്കാം, പക്ഷെ നയാ പൈസ കയ്യിലെടുക്കാനുണ്ടാവില്ല. നിങ്ങൾ കണ്ടുണ്ടാവും, രാവിലെ തന്നെ വെള്ളം വേണ്ടിയിട്ട് ഇറങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ വെള്ളം വേണ്ട ആൾക്കാരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, പൊതുപ്രവർത്തകര്, പിന്നെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ്, ഭയങ്കര തിരക്കാ, ഭയങ്കര ചാട, പക്ഷെ എന്തില്ല, നയ പൈസ. ആരെങ്കിലും ഒന്നിന് 10,000 5,000 ഹോസ്പിറ്റൽ ചെലവ് ചോദിച്ചാൽ കയ്യിലുണ്ടാവില്ല. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കണോ? ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു അഭിനയിച്ചുകൊണ്ട് ജീവിക്കണം. ഓപ്ഷൻ 3, പ്ലേ നോട്ട് ടു ഫെയിൽ. ജീവിതം തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കണം. എങ്ങനെ? ജയിക്കുകയില്ല, തോൽക്കുകയില്ല. ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ വേണം, അതില്ല. എന്നാലോ തട്ടിമുട്ടി അങ്ങനെ ഒന്നുമല്ല. ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഗവൺമെന്റ് എംപ്ലോയീസ് എന്താണ്? ശമ്പളമുണ്ട്, ആ ശമ്പളത്തിൽ ഭയങ്കര സംഭവം വരും. എന്നാലോ ജയിക്കുകയില്ല. ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ നേടാൻ പറ്റില്ല, എന്നാലോ പുതുതായിട്ടൊന്നും ചെയ്യില്ല. അപ്പൊ തോൽക്കുകയില്ല, ജയിക്കുകയില്ല. പിന്നെ 4ാമത്തെ വിഭാഗമാണ് പ്ലേ ടു വിൻ. ജീവിതം അത് ജയിക്കാൻ വേണ്ടി കളിക്കണം. ഇവിടെ ദൈവം ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എന്തൊക്കെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ആസ്വദിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, കഴിവെനിക്കുണ്ട് എന്ന് കരുതിയിട്ട് ജയിക്കാൻ വേണ്ടി കളിക്കണം. ജയിക്കാൻ വേണ്ടി കളിക്കുമ്പോ അവിടെ ചെയ്യാൻ, അല്ലെ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ചെയ്യേണ്ടി വരും, അല്ലെ? ഇങ്ങനെ പറയണത്, നമ്മൾ ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പൊ കിട്ടുന്നതേ കിട്ടുള്ളൂ.
ചെയ്യാത്തത് ചെയ്താൽ കിട്ടാത്തത് കിട്ടും. റൈറ്റ് അല്ലേ? നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നോ ഇത് തന്നെ 10 കൊല്ലം ചെയ്താൽ എന്താണ് മാറ്റം? വല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും? ഒരു മാറ്റമില്ല. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, വാട്ടെവർ, ഇത് നിങ്ങൾ 10 കൊല്ലം മുന്നോട്ട് പോയാൽ എന്ത് മാറ്റം ഉണ്ടാവും? ഒരു ചെറിയൊരു ചിന്ത അല്ലെ, ചെറുതായിട്ടൊന്ന് മാറി ചിന്തിച്ചാലോ അല്ലെ, ഞാൻ ചെയ്യാത്തൊരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോഴോ കിട്ടാത്ത കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങും. അതിന് ഒരു തീരുമാനമെടുക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ആ തീരുമാനമെടുക്കാനായിട്ട് അല്ലെ, ഒരൊറ്റ തീരുമാനം മതി ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതം മാറി മറിയാനായിട്ട്. നിങ്ങൾ ഐഡിയ എക്സ്പോർട്ടിലെ പരസ്യം കേട്ടിട്ടില്ലേ? ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു ഐഡിയ അല്ലെ, ഈ ഐഡിയ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. ഇന്ന് ഒരുപാട് പേരെ ജീവിതം മാറ്റിമറിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റി. നിങ്ങൾക്കും ഞങ്ങളെ കൂടാൻ Are you ready? Are you ready? Yes. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നൊരു തീരുമാനമെടുത്ത് കുറേ പൈസ ഉണ്ടാക്കണം. കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കാൻ വേണം. ഞാൻ ഇവിടെയുള്ള സാധാരണ ചില ആളുകളുണ്ട്, പൈസ ഉണ്ടാക്കണം പറയുമ്പോൾ എന്തിനാ കൂടുതൽ പൈസ? ചത്തു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലേ? ഇത് ചത്തു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? എന്തിനാ കൂടുതൽ പൈസ എന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നാളെ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് ഡോക്ടർ ഒന്ന് പറയണം സർജറി വേണം, 2 ലക്ഷം രൂപ വേണം, 3 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കും പണത്തിൻ്റെ ആവശ്യകത അല്ലേ? ഇപ്പോ നമ്മൾ ഇവിടുന്ന് ജോലി ചെയ്തു, മക്കളെ പഠിപ്പിച്ചു, അവരെ നല്ല നിലയിലാക്കി, അവസാനം നമ്മൾ മരിച്ച് എല്ലാവരും ഒരു സമയത്ത് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയം വരും. അന്ന് ദൈവം ചോദിക്കുകയാണ് നമ്മളെടുത്ത്, നീ ഭൂമിയിലേക്ക് നിന്നെ ഞാൻ മനുഷ്യരായിട്ട് സൃഷ്ടിച്ചു, നീ ഭൂമിയിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തുണ്ട് നമുക്ക് പറയാനായിട്ട് അല്ലേ? നമ്മൾ എന്ത് പറയും? 18 വയസ്സ് വരെ നല്ലോണം പഠിച്ചു, ഒരു ജോലി സമ്പാദിച്ചു, കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, അവരെ പഠിപ്പിച്ചു, അവരെ കല്യാണം കഴിപ്പിച്ച് അയപ്പിച്ചു, പിന്നെ വേറെ ഒന്നുമില്ല. അവരെ കല്യാണം കഴിപ്പിച്ച വിഷയം ആദ്യം മരിച്ചോണ്ടിരിക്കും. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, എടാ നിനക്ക് ഞാൻ എല്ലാം കാണാനായിട്ട് 2 കണ്ണുകൾ സമ്മാനിച്ചില്ല, എല്ലാം കേൾക്കാനായിട്ട് നിനക്ക് ചെവികൾ സമ്മാനിച്ചില്ല, നിനക്ക് 2 കൈകൾ ഫ്രീ ആക്കി തന്നില്ലേ? പക്ഷേ ഇതില്ലാത്ത ഒരുപാട് പേര് ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, അവരെ നീ കണ്ടില്ലേ? ഇല്ല. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ടായിരുന്നില്ലേ? അറിയില്ലായിരുന്നു. എടാ നിന്റെ മക്കളെ കെട്ടിച്ചപ്പോ നിന്റെ മതിലിന്റെ അപ്പുറത്ത് അച്ഛനില്ലാത്ത പെൺകുട്ടികളുണ്ടായിരുന്നു, നീ അവരെ കണ്ടില്ലേ? ഭർത്താവില്ലാത്ത വിധവകളുണ്ടായിരുന്നു, അവരെ നീ കണ്ടില്ലേ? മക്കളില്ലാത്ത അമ്മമാരുണ്ടായിരുന്നു, അവർ നീ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ എന്ത് സമാധാനം പറയും? അതിന് ഒറ്റ കാര്യം, പണം ഉണ്ടാക്കിയേ തീരും. പണം കൂടുതൽ ഉണ്ടാക്കിയേ തീരും. കാരണം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം അതിനുള്ള അല്ലേ, താൻ പാതി ദൈവം പാതി, ദൈവത്തിന്റെ പകുതി നിങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ പാതി വെച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് നിങ്ങളടുത്ത് പറഞ്ഞത് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രോങ് ആയിട്ട്, സേഫ് ആയിട്ട്, സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഇന്ന് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറാം. പണമില്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിനെ പോലെ തന്നെ ഈ ഭൂമി, ഈ താറാന് വിറ്റുകൊണ്ടും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. ഇനി അതിന് പറ്റിയില്ലെങ്കിലോ നിങ്ങൾ കുറച്ച് ടീമായി ചെയ്തുകൊണ്ട് ഒരു ലിവറേജിലൂടെയും പണം ഉണ്ടാക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് വാങ്ങാനായിട്ട് പണം കയ്യിൽ വേണമെന്നില്ല അല്ലേ? അപ്പൊ അതിന് ഒരു തീരുമാനം, ആ തീരുമാനമെടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു വന്നത് താറാവ് കൃഷിയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഞാനൊന്ന് കുറച്ച് നേരത്തേക്ക് താറാവിനെ മാറ്റിയിട്ട് ഇത് പശുവിനെ വളർത്തുന്ന ക്ലാസ്സാണ് വിചാരിച്ചത്. പശുവിനെ കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് പശുവിനെ വളർത്തിയതിന്റെ ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാടോടിക്കാരൻ എന്ന സിനിമ. ദാസ എത്ര നല്ല ശബ്ദം എന്ന് പറയുന്നൊരു ഡയലോഗ് കേട്ടില്ല? എപ്പോഴാ? തൊഴുത്തില് പശുവിന്റെ ശബ്ദം കേൾക്കാറ് പിറ്റേ ദിവസം കറന്ന് കുറെ പൈസ കിട്ടുന്ന ധാരണയിൽ പറയുന്ന ഡയലോഗാണ്.
ഇവര് ഈ പശുവിനെ മേടിക്കാൻ കാരണം ഇവർ രണ്ടുപേരുടെ പശുവിനെ ഒരു വളർത്തുന്ന ക്ലാസ്സിൽ പോയി. അങ്ങനെ പശുവിനെ വളർത്തുന്ന ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് കേട്ടു. എന്താണ് ക്ലാസ്സിന്റെ 10 വർഷം കൊണ്ട് എങ്ങനെ പശുവിനെ വളർത്തി സമ്പന്നനാകാം, ഇതായിരുന്നു ഒരു ക്ലാസ്സിൽ കേട്ടത്. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പശുവിനെ വളർത്തി എങ്ങനെ കാശ് ഉണ്ടാക്കാനുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, ഒരു പശുവിനെ മേടിച്ചാൽ സമ്പന്നനാകാതിലൂടെ വിദ്യ കിട്ടി, പക്ഷെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. അങ്ങനെ നമ്മുടെ നിയാസ് ഭായി രാത്രി വീട്ടിൽ ചെല്ലുന്നു, ഭാര്യയോട് പറയുന്നടി സംഭവം പശുവിനെ മേടിക്കണം. അപ്പൊ ഭാര്യ പറയണ, നിയാസിക എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഈ ഒരു താലിമാല മാത്രമേ ബാക്കിയുള്ളൂ, ഇത് കൊണ്ടുപോയി വീട്ടിട്ട് ഒരു പശുവിനെ മേടിച്ചോളാൻ പറയണം. ഓക്കെ, ആരോട്? നമ്മുടെ കഥയിൽ ദാസനുണ്ട്, മീൻസ് മോഹൻലാൽ. ഓക്കെ, അങ്ങനെ 10 കൊല്ലം കഴിയാണ്ട 10 വർഷം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ദാസൻ മോഹൻലാൽ ഒരു ബെൻസ് കാറിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരുന്നു. അങ്ങനെ കോട്ടി സൂട്ടൊക്കെ ഇട്ട് ചെല്ലുന്നു. റെസ്റ്റോറൻറ്റ് കയറി നിന്ന് വെയിറ്റർ വരുന്നു. അങ്ങനെ വെയിറ്റർ വന്ന് ചോദിക്കാണ്, മിസ്റ്റർ എന്താണ് താങ്കൾക്ക് വേണ്ടത്? അപ്പൊ ദാസൻ വെയിറ്റർ മുഖത്തെ നോക്കിയപ്പോ വിജയന്റെ കട്ടുള്ളൊരു ഫേസ്. അപ്പൊ ചോദിക്കും, എടാ നീ വിജയനല്ലേ? അതെ. എടാ ദാസ നീയാണോ അത്? ഇതെന്താടാ കോട്ടൊക്കെ വാടകയാണ്? അല്ലടാ ഇതെന്റെ സ്വത്താണ്. ആ വന്ന കാറിന്റെ ഡ്രൈവറാണോ നീ? അല്ല, അതെന്റെ സ്വത്താണ്. എടാ എങ്ങനെയാണത്? എടാ പണ്ട് നമ്മൾ പശുവിനെ വളർത്താൻ വേണ്ടി ക്ലാസ്സിൽ കയറ്റില്ല. പോയിരുന്നു. എന്നിട്ട് അന്ന് ഞാൻ ഭാര്യയുടെ തന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യ എനിക്ക് അവളെ മാല ഊരിത്തന്നു. അത് വിറ്റ് ഞാനൊരു പശുവിനെ വാങ്ങി. ആ പശുവിൽ നിന്ന് 2 പശുവായി, 4 പശുവായി. അങ്ങനെ ഇന്ന് എനിക്ക് കേരളം മൊത്തം ഒരുപാട് ഫാമുകളുണ്ട്, എക്സ്പോർട്ട് കമ്പനികളുണ്ട്. ഞാനിതൊരു സമ്പന്നനായിട്ട് മാറി. അപ്പൊ ദാസൻ വിജയനോട് ചോദിക്കടാ, നീ ഈ ഹോട്ടലിലെ മുതലാളിയാണോ? അല്ലടാ, ഞാനിത് ഇവിടുത്തെ വെയിറ്ററാണ്. എന്താടാ? എടാ അന്ന് പശുവിനെ വളർത്താൻ വേണ്ടി ക്ലാസ്സിൽ പോയിരുന്നു. പോയി. നിനക്കറിയാലോ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാര്യയുടെ താലിമാല അവൾ തന്നു. അങ്ങനെ ഭാര്യ മാല ഊരിയിട്ട് തരാൻ സമയത്ത് എന്നോട് ചോദ്യം ചോദിച്ചടാ, ചേട്ടാ ഈ മാല എങ്ങാനും വിറ്റിട്ട് പശുവിനെ വാങ്ങിച്ചിട്ട് ഈ പശു എങ്ങാനും ചത്തുപോയാൽ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ആ ചോദ്യത്തിന് മുമ്പിൽ ഞാനത് പകച്ചു പോയതാ. ആ മാല ഇന്നും അവളെ കഴുത്തിലുണ്ട്. ഞാൻ ഇന്നും ഇവിടെ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ദാസനാവണം, വിജയനാവണം? ദാസനാവണമെങ്കിൽ 2 തീരുമാനം. വിജയനാവണമെങ്കിൽ വന്ന പോലെ തിരിച്ചു പോകാം. അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു സമ്പന്നനാകുന്ന അവസരമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഗ്രാം ക്ലോസിംഗിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്ന് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഒരു തീരുമാനം, ഒരു ടോക്കൺ അഡ്വാൻസ് ഇവിടെ തന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാം.